14 മാസങ്ങൾക്ക് മുൻപ് കേരളത്തെ ആകെ നടുക്കിയ ഫറോക്ക് ഫാക്ടറി കൊലപാതകം. 32 വയസ്സുകാരിയായ അശ്വതി, കൂട് നഗരത്തിലെ ഒരു പ്രമുഖ ബാങ്കിലെ സീനിയർ ഓഡിറ്റർ, കൃത്യനിഷ്ഠയുള്ള ഒരു ഉദ്യോഗസ്ഥ. ഒരു വെള്ളിയാഴ്ച രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന അശ്വതിയെ കാണാതായി. 2 ദിവസങ്ങൾക്ക് ശേഷം ഫറോക്കിലെ ഉപേക്ഷിക്കപ്പെട്ട 100 വർഷത്തോളം പഴക്കമുള്ള കോമൺവെൽത്ത് ടൈൽ ഫാക്ടറിയുടെ ഒരു പൊളിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ നിന്നും അവളുടെ മൃതദേഹം കണ്ടെത്തി. മൃഗീയമായി ആക്രമിക്കപ്പെട്ട നിലയിലായിരുന്നു ആ ശരീരം. വസ്ത്രങ്ങൾ വലിച്ചു കീറപ്പെട്ടിരുന്നു. ലോക്കൽ പോലീസ് വളരെ വേഗത്തിൽ അന്വേഷണം നടത്തി. ഫാക്ടറിയുടെ അടുത്തുള്ള താൽക്കാലിക ഷെഡുകളിൽ താമസിച്ചിരുന്ന തൊഴിലാളികളെ അവർ അറസ്റ്റ് ചെയ്തു. മദ്യലഹരിയിൽ അവർ അശ്വതിയെ കൂട്ടമായി ആക്രമിച്ചു കൊലപ്പെടുത്തി എന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. വാർത്താ ചാനലുകൾ അത് ആഘോഷിച്ചു. 10 നരാധമന്മാർ ചേർന്ന് ഒരു സ്ത്രീയെ പിച്ച് ചീന്തി എന്ന് പത്രങ്ങൾ തലക്കെട്ടുകൾ നൽകി. പക്ഷേ കോടതിയിൽ കേസെത്തിയപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു. പോലീസിന്റെ കയ്യിൽ വ്യക്തമായ ഫോറൻസിക് തെളിവുകളില്ലായിരുന്നു. പ്രതികളുടെ വസ്ത്രങ്ങളിലോ ശരീരത്തിലോ അശ്വതിയുടെ DNA കണ്ടെത്താൻ കഴിഞ്ഞില്ല. സാക്ഷികൾ കൂറുമാറി. ഒടുവിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി കോടതി ആ 10 പേരെയും വെറുതെ വിട്ടു. പൊതുസമൂഹം പോലീസിനെതിരെ തിരിഞ്ഞു. കേസ് ഒരു ഡെഡ് എൻഡിൽ എത്തി നിൽക്കുകയായിരുന്നു. ഇതുവരെ സാർ, IG പെട്ടെന്ന് ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ കാരണം ആ ഫാക്ടറിയുടെ പൊളിക്കലാണല്ലോ അല്ലേ? നമ്മൾ ഈ മഴയത്ത് ഇത്രയും ദൂരം ഓടി വന്നത് അതുകൊണ്ടല്ലേ? ഫറോക്കിലെ ആ പഴയ കോമൺവെൽത്ത് ടൈൽ ഫാക്ടറി ഒരു ശവപ്പറമ്പ് പോലെ തോന്നിപ്പിച്ചു. ബ്രിട്ടീഷ് കാലത്ത് പണികഴിപ്പിച്ച ആ കൂറ്റൻ ചുവന്ന ഇഷ്ടിക കെട്ടിടങ്ങൾ മഴയത്ത് കുതിർന്നു നിൽക്കുകയാണ്. ഇരുമ്പ് തൂണുകളിൽ മുഴുവൻ തുരുമ്പ് പിടിച്ചിരിക്കുന്നു. മേൽക്കൂരയിലെ ഓടുകൾ തകർന്നു വീണതിനാൽ കെട്ടിടത്തിനുള്ളിലേക്ക് മഴവെള്ളം കുത്തിയൊലിച്ച് വീഴുന്നുണ്ടായിരുന്നു. നിലത്തെ കളിമണ്ണ് മഴവെള്ളവുമായി ചേർന്ന് രക്തം തളം കെട്ടി നിൽക്കുന്നതുപോലെയുള്ള ഒരു പ്രദേശം സൃഷ്ടിച്ചിരുന്നു. വായുവിൽ പഴയ കളിമണ്ണിന്റെയും ഇരുമ്പിന്റെയും വവ്വാലുകളുടെ കാഷ്ടത്തിന്റെയും രൂക്ഷഗന്ധം നിറഞ്ഞുനിന്നു. ലോക്കൽ CI അവരെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. മഞ്ഞ നിറത്തിലുള്ള ക്രൈം സീൻ ടേപ്പുകൾ കെട്ടിത്തിരിച്ച ഒരു ഭാഗത്തേക്ക് അയാൾ അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഒരു വലിയ ചൂളയുടെ അടിയിലായി രൂപപ്പെട്ട ചെറിയൊരറ. അവിടെയാണ് ആ ബാഗ് കണ്ടെത്തിയത്. രുദ്രൻ ആ ഇരുണ്ട അറയ്ക്ക് മുന്നിൽ നിശബ്ദനായി നിന്നു. ചുറ്റുമുള്ള പോലീസുകാർ പരസ്പരം സംസാരിക്കുന്നത് അയാൾ കേൾക്കുന്നില്ല. മഴയുടെ ശബ്ദവും അയാൾക്ക് കേൾക്കാതായി. രുദ്രന്റെ മെഡിറ്റേഷൻ. കൃത്യം 10 മിനിറ്റ്. അയാൾ ആ തകർന്ന ഇഷ്ടികകളിലേക്കും ആ ചെറിയ അറയിലേക്കും തന്നെ ഉറ്റുനോക്കി നിന്നു. അയാളുടെ മനസ്സിൽ 14 മാസങ്ങൾക്ക് മുൻപുള്ള ആ രാത്രി പുനർജനിക്കുകയായിരുന്നു. CI 10 പേർ, അതും മദ്യലഹരിയിലുള്ള 10 അന്യസംസ്ഥാന തൊഴിലാളികൾ. ഒരു സ്ത്രീയെ ആക്രമിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും സങ്കല്പിച്ചു നോക്കിയിട്ടുണ്ടോ? അതൊരു വല്ലാത്ത ബഹളമായിരിക്കും. മൃഗീയമായ ഒരാവേശമായിരിക്കും. അവർക്ക് വേഗത്തിൽ കാര്യങ്ങൾ മുടിച്ച് അവിടെ നിന്നും രക്ഷപ്പെടണം എന്ന ചിന്തയാവുമുണ്ടാവുക. രുദ്രൻ പതുക്കെ മുന്നോട്ട് നടന്നു. ആ അറയുടെ ഭിത്തിയിൽ തൊട്ടു. പക്ഷേ ഈ അറ നോക്കൂ. ഇതിന്റെ മുൻവശത്ത് വെച്ചിരുന്ന ഇഷ്ടികകൾ വെറുതെ വെച്ചതല്ല. കൃത്യമായ അനുപാതത്തിൽ സിമന്റ് കുഴച്ച് സമയം കൊടുത്ത് തേച്ചു പിടിപ്പിച്ച് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ അടച്ചുവെച്ചതാണ്. 10 മൃഗങ്ങൾക്കൊരിക്കലും ഇത്രയും ക്ഷമയോടെ ഒരു ബാഗ് ഒളിച്ചുവെക്കാൻ കഴിയില്ല. ഇതൊരു കൂട്ട ആക്രമണമായിരുന്നില്ല. ഇതൊരു വ്യക്തിയുടെ കൃത്യമായ പ്ലാനിംഗ് ആയിരുന്നു. തികച്ചും തണുത്ത മനസ്സോട് ചെയ്ത ഒരു കൊലപാതകം. ആ 10 പേർ വെറും ഇരകൾ മാത്രമായിരുന്നു. ലോക്കൽ CIയുടെ മുഖം വിളറി വെളുത്തു. സ്വന്തം ഇൻവെസ്റ്റിഗേഷൻ തികച്ചും തെറ്റായിരുന്നു എന്ന യാഥാർത്ഥ്യം അയാളെ നോക്കി കൊഞ്ഞനം കുത്തി. സർ, എനിക്ക് ആ ബാഗ് ഒന്ന് വിശദമായി പരിശോധിക്കണം. ഫെലിക്സ് തന്റെ കറുത്ത ബാഗ് തുറന്ന് ഡിസ്പോസിബിൾ ഗ്ലൗസുകൾ അണിഞ്ഞു. ഫോറൻസിക് ലൈറ്റുകളുടെ നീല വെളിച്ചം ആ ഇരുണ്ട ഫാക്ടറിക്കുള്ളിൽ പരന്നു. വളരെ സൂക്ഷ്മതയോടെ അയാൾ ആ പ്ലാസ്റ്റിക് കവർ തുറന്നെടുത്തു. അതിനുള്ളിൽ കേടുപാടുകൾ അധികം സംഭവിക്കാത്ത ഒരു തുകൽ ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു. ഫെലിക്സ് അതിനുള്ളിലേക്ക് ട്വീസർ കടത്തി ഓരോ വസ്തുക്കളായി പുറത്തെടുക്കാൻ തുടങ്ങി. അശ്വതിയുടെ മേക്കപ്പ് സാധനങ്ങൾ, കുറച്ചു പണം, പിന്നെ അവളുടെ സ്മാർട്ട് ഫോൺ. ആ ഫോൺ പൂർണ്ണമായും ഡെസ്ട്രോയ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്ക്രീൻ പൊട്ടിച്ചിതറിയിരിക്കുന്നു. മദർ ബോർഡ് വളഞ്ഞിരിക്കുന്നു. ഫോൺ പൂർണ്ണമായും ഡെസ്ട്രോയ് ചെയ്തിരിക്കുകയാണ് സർ. ഇതിൽ നിന്നും ഡേറ്റ റിക്കവർ ചെയ്യാൻ കഴിഞ്ഞേക്കില്ല. കൊലയാളിക്ക് ടെക്നിക്കൽ അറിവുണ്ട്. എങ്കിലും ഫെലിക്സ് ആ പൊട്ടിയ ഫോണിന്റെ കവർ പതുക്കെ ഇളക്കി മാറ്റി. അതിനുള്ളിൽ ആർക്കും പെട്ടെന്ന് കാണാൻ കഴിയാത്ത രീതിയിൽ മടക്കിവെച്ച ഒരു ചെറിയ പേപ്പർ കഷ്ണമുണ്ടായിരുന്നു. അതിനൊപ്പം തിളങ്ങുന്ന ചെറിയൊരു ലോഹ കഷ്ണവും. സർ, അതെന്താണ്? സ്വർണമാണോ? ഫെലിക്സ് ഫോറൻസിക് ലൈറ്റിന്റെ താഴെ ആ പേപ്പർ നിവർത്തി. അതൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ നോമിനി മാറ്റുന്നതിനുള്ള അപേക്ഷാ ഫോമായിരുന്നു. അശ്വതി സ്വന്തം കൈപ്പട ഒപ്പിട്ട ഫോം. അതിൽ നോമിനിയായി ചേർത്തിരിക്കുന്ന പേര് മഴവെള്ളം തട്ടി പകുതി മാഞ്ഞുപോയിരുന്നു.
എന്നാൽ അതിനേക്കാൾ രുദ്രന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് ആ ഫോൺ കവറിനുള്ളിൽ നിന്നും കിട്ടിയ ആ ചെറിയ ലോഹക്കഷ്ണമായിരുന്നു. ഇതൊരു കഫ്ലിങ്കാണ് ഫെലിക്സ്. വില കൂടിയ പ്ലാറ്റിനം കൊണ്ടുണ്ടാക്കിയ കോട്ടിന്റെ സ്ലീവിൽ കുത്തുന്ന കഫ്ലിങ്ക്. 10 അന്യസംസ്ഥാന തൊഴിലാളികളിൽ ആരെങ്കിലും പ്ലാറ്റിനം കഫ്ലിങ്ക് വെച്ച കോട്ട് ധരിച്ചാണോ ബലാത്സംഗം ചെയ്യാൻ വരുന്നത്? രുദ്രന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു മൂർച്ചയുണ്ടായിരുന്നു. ആ ഫാക്ടറിയിലെ ഇരുട്ട് കൂടുതൽ ഘനമുള്ളതായി അവർക്ക് തോന്നി. കൊലയാളി വളരെ ബുദ്ധിമാനാണ്. അയാൾ അശ്വതിയെ കൊന്ന ശേഷം കുറ്റം ആ പാവപ്പെട്ട തൊഴിലാളികളുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി വളരെ വിദഗ്ധമായി നാടകം കളിച്ചതാണ്. എന്നാൽ അയാളുടെ കോട്ടിൽ നിന്നും തെറിച്ചുപോയ ആ വിലപിടിപ്പുള്ള കഫ്ലിങ്ക് മരിക്കുന്നതിനു തൊട്ടുമുൻപ് അശ്വതി തന്റെ ഫോൺ കവറിനുള്ളിൽ ആരും കാണാതെ ഒളിപ്പിച്ചു വയ്ക്കുകയായിരുന്നു. ഫെലിക്സ് തന്റെ ബാഗിൽ നിന്നും ലൂമിനോൾ സൊല്യൂഷൻ എടുത്ത് ആ ബാഗിരുന്ന അറയ്ക്ക് ചുറ്റുമുള്ള നിലത്തേക്ക് സ്പ്രേ ചെയ്യാൻ തുടങ്ങി. ലൂമിനോൾ രക്തവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ഇരുട്ടിൽ നീല വെളിച്ചമായി തിറങ്ങും. 14 മാസങ്ങൾക്ക് മുൻപ് ലോക്കൽ പോലീസ് ഈ ഫാക്ടറി മുഴുവൻ പരിശോധിച്ചതാണ്. എന്നാൽ അവർക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം നഷ്ടപ്പെട്ടിരുന്നു. ഫെലിക്സ് തന്റെ UV ലൈറ്റ് തഴയിലേക്കടിച്ചു. പെട്ടെന്ന് ആ ചുവന്ന കളിമണ്ണിന് മുകളിൽ തിളങ്ങുന്ന നീല നിറത്തിലുള്ള പാടുകൾ തെളിഞ്ഞുവന്നു. രക്തം പുരണ്ട എന്തോ ഒന്ന് വലിച്ചിഴച്ചതിന്റെ പാടുകൾ. സർ, ഫെലിക്സിന്റെ ശബ്ദം നേരിയ തോതിൽ വിറയ്ക്കുകയായിരുന്നു. ലോക്കൽ പോലീസ് അന്ന് റിപ്പോർട്ടിൽ എഴുതിയത് ആ 10 പേർ അവളെ ഈ ഫാക്ടറിക്ക് പുറത്തുനിന്നും ആക്രമിച്ചിങ്ങോട്ട് വലിച്ചിഴച്ചു കൊണ്ടുവന്നു എന്നാണ്. പക്ഷേ ഈ ലൂമിനോൾ പാറ്റേൺ നോക്കൂ. ഈ വലിച്ചിഴച്ച പാടുകൾ പുറത്തുനിന്നും അകത്തേക്ക് വരുന്നതല്ല, ഇത് അകത്തുനിന്നും പുറത്തേക്ക് പോകുന്നതാണ്. അശ്വതി ഇവിടെ വെച്ചല്ല കൊല്ലപ്പെട്ടത്. അവളെ മറ്റെവിടെയോ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം ഈ ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞതാണ്. ആ 10 പേർ വെറും ഇരകൾ മാത്രമായിരുന്നു. യഥാർത്ഥ കൊലയാളി ഇപ്പോഴും നമുക്കിടയിൽ ആ പ്ലാറ്റിനം കഫ്ലിങ്കും ധരിച്ചു നടക്കുന്നു. സൈബർ പാർക്കിലേക്ക് പോകുന്ന IT ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡരികിലെ ഒരു ചെറിയ ചായക്കടയിലാണ് രുദ്രനും സംഘവും ഇരിക്കുന്നത്. മഴ അല്പം കുറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുമോൻ ഒരു കൈയിൽ വലിയൊരു പഫ്സും മറുകൈയിൽ ചൂടുള്ള കട്ടൻ ചായയുമായി നിൽക്കുകയാണ്. അവന്റെ മുഖത്ത് വല്ലാത്തൊരു സങ്കടം തളം കെട്ടി നിൽപ്പുണ്ട്. കുഞ്ഞുമോൻ: സാർ, ഈ അമ്മായിയമ്മമാരെ കൊണ്ട് വലിയ ശല്യമായി. അടുത്ത ആഴ്ച ഭാര്യയുടെ കസിൻ ബ്രദറിന്റെ കല്യാണമാണ്. ഞാൻ എന്തായാലും ഭാര്യയ്ക്ക് വലിയൊരു സ്വർണ്ണ നെക്ലസ് വാങ്ങിക്കൊടുക്കണം എന്നാണ് അവരുടെ ഡിമാൻഡ്. നാട്ടുകാരുടെ മുൻപിൽ ആളാകാൻ വേണ്ടിയാണ്. ഈ പോലീസുകാരന്റെ ശമ്പളം വെച്ച് ഞാൻ എവിടുന്ന് സ്വർണം വാങ്ങാനാണ് സാർ? മനുഷ്യന്റെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി നമ്മൾ കടം വാങ്ങി മുടിയണം. ഫെലിക്സ് തന്റെ കണ്ണടയൂരി തുടച്ചുകൊണ്ട് കുഞ്ഞുമോനെ തുറിച്ചു നോക്കി. ദൂരെ കിടക്കുന്ന ഓട്ടോറിക്ഷയിൽ നിന്നും വരുന്ന പാട്ടിന്റെ ശബ്ദം. കുഞ്ഞുമോൻ, നിന്റെ ഈ അമ്മായിയമ്മ പോലീസ് കേൾക്കുന്നതിനേക്കാൾ ഭയാനകമാണ് ആ ഓട്ടോയിൽ നിന്നും വരുന്ന പാട്ട്. എന്റെ വേഗസ് നെർവ് മാത്രമല്ല, ഇയർ ഡ്രംസ് കൂടെ പൊട്ടുമെന്നാണ് തോന്നുന്നത്. പണ്ട് സ്കോട്ട്ലൻഡ് യാർഡിൽ ഞാൻ നോയിസ് പൊല്യൂഷൻ എങ്ങനെ മനുഷ്യന്റെ സൈക്കോളജിയെ ബാധിക്കും എന്ന് റിസർച്ച് ചെയ്തിട്ടുള്ളതാണ്. നീ ആ പഫ്സ് തിന്ന് തീർന്നിട്ട് വേണം നമുക്ക് ദീപയുടെ ഭർത്താവിനെ പോയി കാണാൻ. രുദ്രൻ തന്റെ ഫ്ലാസ്കിൽ നിന്നും ഒഴിച്ച കട്ടൻ കാപ്പി പതുക്കെ സിപ്പ് ചെയ്തു. കുഞ്ഞുമോൻ പറഞ്ഞ വാക്കുകൾ അയാളുടെ മനസ്സിൽ എവിടെയോ കൊളുത്തി വലിക്കുന്നുണ്ടായിരുന്നു. പൊങ്ങച്ചം. കുഞ്ഞുമോൻ പറഞ്ഞത് ശരിയാണ്. ആ പ്ലാറ്റിനം കഫ്ലിങ്ക് ഒരു പൊങ്ങച്ചത്തിന്റെ അടയാളമാണ്. ഒരു സാധാരണക്കാരൻ പ്ലാറ്റിനം ഉപയോഗിക്കില്ല. ആ കഫ്ലിങ്ക് ധരിക്കുന്നവൻ താൻ മറ്റുള്ളവരെക്കാൾ മുകളിലാണെന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. അശ്വതിയുടെ ഭർത്താവ് പ്രവീൺ വലിയ ഒരു സ്റ്റോക്ക് ബ്രോക്കറാണ്. ലക്ഷങ്ങളുടെ കളിയാണ് അയാളുടെ ലോകം. നമുക്ക് അയാളുടെ പൊങ്ങച്ചങ്ങൾ ഒന്ന് നേരിട്ട് കാണാം. കോഴിക്കോട് നഗരമധ്യത്തിലെ ഏറ്റവും വലിയ ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ ഒന്നിലാണ് പ്രവീൺ താമസിക്കുന്നത്. വെളുത്ത നിറത്തിലുള്ള ലെതർ സോഫകളും വിലപിടിപ്പുള്ള പെയിന്റിങ്ങുകളുമുള്ള വലിയൊരു ഹാൾ. ഭാര്യ മരിച്ചിട്ട് 14 മാസം കഴിഞ്ഞിട്ടും പ്രവീണിന്റെ മുഖത്ത് ഒരു ദുഃഖത്തിന്റെ നിഴൽ പോലുമില്ല. വളരെ വില കൂടിയ ഒരു സിൽക്ക് ഷർട്ട് ധരിച്ച് അയാൾ സോഫയിലിരുന്നു. രുദ്രന്റെ കണ്ണുകൾ ആ വീട്ടിന്റെ ഓരോ മൂലയിലും പരതുന്നുണ്ടായിരുന്നു. ഒരു ഭർത്താവിന്റെ സങ്കടത്തേക്കാൾ ഉപരി അവിടെയെല്ലാം വളരെ കൃത്യമായി അടുക്കി വെച്ചിരിക്കുന്ന ഒരു ബിസിനസ്സുകാരന്റെ കൃത്യതയാണ് രുദ്രൻ കണ്ടത്. നിങ്ങൾ എന്തിനാണ് ഈ കേസ് വീണ്ടും കുത്തിപ്പൊക്കുന്നത് ഇൻസ്പെക്ടർ? ആ 10 ബംഗാളികൾ അവളെ കൊന്നു എന്നത് ലോകം മുഴുവൻ കണ്ടതാണ്. പിന്നെ കോടതിയുടെ എന്തൊക്കെയോ സാങ്കേതികത്വം പറഞ്ഞ് അവരെ വെറുതെ വിട്ടു. എന്റെ ഭാര്യ പോയി. എനിക്ക് സമാധാനമായി ജീവിക്കാനെങ്കിലും നിങ്ങൾ അനുവദിക്കണം. അനുവദിക്കാം പ്രവീൺ. പക്ഷേ അതിനു മുൻപ് എനിക്കൊരു കാര്യം അറിയണം. അശ്വതി മരിക്കുന്നതിന് തൊട്ടു മുൻപ് അവളുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നുവല്ലേ? ലക്ഷങ്ങളുടെ പോളിസി. അതിന്റെ നോമിനിയായിരുന്ന ഭർത്താവ് പെട്ടെന്ന് എന്തുകൊണ്ടാണ് ആ സ്ഥാനത്ത് നിന്ന് മാറിയത്? ആ പണം കിട്ടാതെ വന്നപ്പോഴുള്ള ദേഷ്യത്തിന് പ്ലാറ്റിനം കഫ്ലിങ്ക് വെച്ച കോട്ടും ധരിച്ച് നീ അവളെ മറ്റൊരുടെയോ വെച്ച് കഴുത്ത് ഞരിച്ചു കൊന്നു. എന്നിട്ട് പാവപ്പെട്ട തൊഴിലാളികളുടെ തലയിൽ കെട്ടിവെക്കാൻ ആ പഴയ ഓട്ടുചൂളയിൽ കൊണ്ടുപോയിട്ടു അല്ലേ? പ്രവീൺ പെട്ടെന്ന് എഴുന്നേറ്റു. അയാളുടെ മുഖത്ത് വല്ലാത്തൊരു ദേഷ്യം മിന്നിമറഞ്ഞു. വാട്ട് നോൺസെൻസ്! നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എനിക്ക് അവളുടെ ഒരു പൈസയുടെയും ആവശ്യമില്ല.
ഞാൻ ദിവസവും ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവനാണ്. പിന്നെ നിങ്ങളുടെ ആ പ്ലാറ്റിനം കഫ്ലിംഗ്, എനിക്ക് പ്ലാറ്റിനം അലർജിയാണ് ഇൻസ്പെക്ടർ. ഞാൻ സ്വർണം മാത്രമേ ധരിക്കാറുള്ളൂ. വേണമെങ്കിൽ എൻ്റെ വാർഡ്രോബ് മുഴുവൻ നിങ്ങൾ അരിച്ചു പെറുക്കിക്കോ. ഞാനൊരു കൊലപാതകിയല്ല. രുദ്രൻ ഫെലിക്സിനെ നോക്കിലൊന്ന് കണ്ണിട്ട് കാണിച്ചു. പ്രവീൺ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആ സമയത്ത് ഫെലിക്സ് വളരെ സമർത്ഥമായി തൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തുറന്നു കിടന്നിരുന്ന വാർഡ്രോബിലെ ഷർട്ടുകളുടെ കഫുകളുടെ കുറച്ച് ഫോട്ടോകൾ എടുത്തു. പോലീസ് ക്ലബ്ബിലെ താൽക്കാലിക ഫോറൻസിക് ഡെസ്കിൽ ഇരിക്കുകയായിരുന്നു ഫെലിക്സ്. അയാൾ പ്രവീണിൻ്റെ ഷർട്ടുകളുടെ ഫോട്ടോകൾ കമ്പ്യൂട്ടറിൽ വലുതാക്കി കാണിച്ചു. സർ, ദിസ് ഇസ് ഇൻട്രസ്റ്റിംഗ്. പ്രവീൺ പറഞ്ഞത് ശരിയാണ്. അയാൾ കൊലപാതകിയല്ല. ഞാൻ അയാളുടെ ഷർട്ടുകളുടെ ബട്ടൺ ഹോളുകൾ സൂം ചെയ്തു നോക്കി. അവയെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വണ്ണം കൂടിയ സ്വർണ്ണ കഫ്ലിംഗുകൾ ഇടാനാണ്. പക്ഷേ നമുക്ക് ക്രൈം സീനിൽ നിന്നും കിട്ടിയ ആ പ്ലാറ്റിനം കഫ്ലിംഗിൻ്റെ പിൻ വളരെ കനം കുറഞ്ഞതാണ്. ആ പിൻ പ്രവീണിൻ്റെ ഷർട്ടുകളിലിട്ടാൽ അത് പെട്ടെന്ന് ഊരിപ്പോകും. പ്രവീൺ പ്ലാറ്റിനം കഫ്ലിംഗ് ഉപയോഗിക്കാറില്ല. ഹീ ഈസ് ക്ലിയർ. രുദ്രൻ നിരാശയോടെ താടിയിൽ കൈവച്ചു. അപ്പോൾ പിന്നെ ആരാണ് അശ്വതിയെ കൊന്നത്? ആ വലിയ ലക്ഷറി ഫ്ലാറ്റിൽ അവൾക്ക് വേറെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പോഴാണ് പുറത്തുപോയിരുന്ന കുഞ്ഞുമോൻ ഓടിക്കിതച്ചുകൊണ്ട് മുറിയിലേക്ക് വന്നത്. അവൻ്റെ മുഖത്ത് വല്ലാത്ത ഒരു ആവേശമുണ്ടായിരുന്നു. സർ, ഞാൻ ആ ഫ്ലാറ്റിലെ സെക്യൂരിറ്റിക്കാരനുമായി ഒന്ന് സംസാരിച്ചിരുന്നു. പുള്ളിക്കാരൻ ആദ്യം ഒന്നും പറയാൻ തയ്യാറായില്ല. പിന്നീട് ഞാൻ 2 ചായയും ഒരു പൊറോട്ടയും വാങ്ങിക്കൊടുത്തപ്പോൾ എല്ലാം പറഞ്ഞു. അശ്വതി മരിക്കുന്നതിന് ഒരാഴ്ച മുൻപ് ആ ഫ്ലാറ്റിൽ വലിയൊരു വഴക്ക് നടന്നിരുന്നു. ഭർത്താവിനോടല്ല, അവരുടെ ഫ്ലാറ്റിന് മുകളിലെ പെൻഹൗസിൽ താമസിക്കുന്ന ഒരു ഗൾഫുകാരൻ ബിസിനസ്സുകാരനുമായി. അയാളുടെ പേര് നാസർ എന്നാണ്. അശ്വതി ജോലി ചെയ്യുന്ന ബാങ്കിൽ അയാൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ലോൺ ഇടപാടുകളുണ്ടായിരുന്നു. അശ്വതി ഒരു സീനിയർ ഓഡിറ്റർ ആയിരുന്നല്ലോ. രുദ്രന്റെ കണ്ണുകൾ തിളങ്ങി. ഒരു ബിസിനസ്സുകാരൻ, പ്ലാറ്റിനം കഫ്ലിംഗുകൾ ധരിക്കാൻ കഴിവുള്ളവൻ, ശത്രുതയുള്ളവൻ. പസിൽ പതുക്കെ വ്യക്തമാകുകയാണ്. പെട്ടെന്നാണ് ഫെലിക്സ് വലിയൊരു ശബ്ദമുണ്ടാക്കിയത്. ആ ബാഗിൽ നിന്നും കിട്ടിയ ആ ഇൻഷുറൻസ് ഫോം ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി വഴി സ്കാൻ ചെയ്യുകയായിരുന്നു. മഴവെള്ളം തട്ടി മാഞ്ഞുപോയ ആ നോമിനിയുടെ പേര് സ്ക്രീനിൽ തെളിഞ്ഞുവന്നു. ഫെലിക്സ് നടുക്കത്തോടെ രുദ്രനെ നോക്കി. സർ, അശ്വതി തന്റെ ഇൻഷുറൻസ് ഫോമിൽ നോമിനിയായി ഭർത്താവിന്റെ പേര് വെട്ടിമാറ്റിയിട്ട് പുതുതായി എഴുതിച്ചേർത്ത പേര് അത് ഈ നാസറിൻ്റേതാണ്. ദ ബിസിനസ്മാൻ നാസർ. രുദ്രൻ അവിശ്വസനീയതയോടെ സ്ക്രീനിലേക്ക് നോക്കി. താനുമായി ഏറ്റവും വലിയ ശത്രുതയുള്ള, തന്നെ എപ്പോഴും ഭീഷണിപ്പെടുത്തിയിരുന്ന ഒരു ഗൾഫുകാരൻ ബിസിനസ്സുകാരനെ അശ്വതി എന്തിനാണ് മരിക്കുന്നതിന് തൊട്ടുമുൻപ് തന്റെ കോടിക്കണക്കിന് രൂപയുടെ ഇൻഷുറൻസ് നോമിനിയാക്കിയത്? അശ്വതിയും നാസറും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? 3-ാം ദിവസത്തെ സൂര്യൻ പതുക്കെ ഉദിച്ചുയരുമ്പോൾ രുദ്രന്റെ ബൊലേറോ ബേപ്പൂരിലെ വലിയൊരു ബിസിനസ് കടൽക്കാറ്റിൽ ഈർപ്പമുള്ള വായു കാറിനുള്ളിലെ AC-യുടെ തണുപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു. മുൻസീറ്റിലിരുന്ന് കവർ തുറന്ന് ഉങ്ങിയപ്പം കഴിക്കുകയായിരുന്നു കുഞ്ഞുമോൻ. ഈർപ്പം കാരണം അവന്റെ യൂണിഫോം ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. സാറേ, ഈ കോഴിക്കോടത്തെ ഹ്യൂമിഡിറ്റി സഹിക്കാൻ പറ്റുന്നില്ല. ദേഹമാകെ ചൊറിഞ്ഞു തടിക്കുന്നു. ഈ ഉണ്ണിയപ്പത്തിന്റെ മധുരം മാത്രമാണ് ഏക ആശ്വാസം. ഈ നാസറിനെ പോലെയുള്ളവർ എങ്ങനെയാണ് സാർ ഇത്രയും വലിയ മാളികയ്ക്കുള്ളിൽ സുഖമായിരിക്കുന്നത്? ഗൾഫിലെ പണം കണ്ടാൽ മനുഷ്യൻ മാറും എന്ന് പറയുന്നത് എത്ര ശരിയാണ്? പണ്ട് ഇയാൾ വെറുമൊരു മണൽക്കടത്തുകാരനായിരുന്നു എന്ന് ഇടുക്കിയിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്നയാൾ കോഴിക്കോടിന്റെ അധിപനാണ്. ഫെലിക്സ് തന്റെ കണ്ണടയൂരി ഒരു പ്രത്യേക സൊല്യൂഷൻ ഉപയോഗിച്ച് തുടയ്ക്കാൻ തുടങ്ങി. അയാളുടെ മുഖത്ത് വല്ലാത്തൊരാശങ്കയുണ്ടായിരുന്നു. കുഞ്ഞുമോൻ, നിന്റെ ഈ സ്കിൻ ഇറിറ്റേഷനേക്കാൾ എന്നെ പേടിപ്പിക്കുന്നത് ഈ ഉപ്പുകാറ്റാണ്. അന്തരീക്ഷത്തിലെ സാൾട്ട് കണ്ടന്റ് എന്റെ ലാപ്ടോപ്പിലെയും ഫോറൻസിക് ടൂൾസിലെയും സെൻസിറ്റീവ് പാർട്സുകളെ കൊറോഷൻ അടിപ്പിക്കും. സ്കോട്ട്ലൻഡ് യാർഡിൽ കോസ്റ്റൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ വാക്യൂം സീൽഡ് ബാഗുകൾ ഉപയോഗിക്കുമായിരുന്നു. ഇവിടെ നമ്മൾ ഈ തുറന്ന ജീപ്പിൽ ഇങ്ങനെ നടക്കുന്നു. എനിക്ക് വല്ലാത്തൊരു ഇൻസെക്യൂരിറ്റി തോന്നുന്നു സാർ. രുദ്രൻ സ്റ്റിയറിംഗ് വീലിൽ കൈവിരലുകൾ കൊണ്ട് താളം പിടിച്ചു. അയാളുടെ കണ്ണുകൾ ദൂരെയുള്ള കടൽപ്പരപ്പിലായിരുന്നു. കടലിനൊരു പ്രത്യേകതയുണ്ട് ഫെലിക്സ്, അതെല്ലാത്തിനെയും ഉൾക്കൊള്ളും. പക്ഷേ ഒരു ദിവസം എല്ലാം തിരികെ തരും. അയാളൊരു വലിയ ബിസിനസ്സുകാരനാണ്. പക്ഷേ വലിയ ബിസിനസ്സുകൾക്ക് പിന്നിൽ എപ്പോഴും വലിയ ചതികളുണ്ടാകും. നമുക്ക് അയാളുടെ ആ വലിയ ഓഫീസ് ഒന്ന് കാണാം. നാസറിന്റെ ഓഫീസ് ഒരു കോർപ്പറേറ്റ് കൊട്ടാരം തന്നെയായിരുന്നു. ചുമരുകളിൽ വിലപിടിപ്പുള്ള MF ഹുസൈൻ പെയിന്റിങ്ങുകൾ. വലിയ ഗ്ലാസ് ജാലകങ്ങളിലൂടെ നോക്കിയാൽ അറബിക്കടലിന്റെ നീലിമ കാണാം. എയർ കണ്ടീഷൻ ചെയ്ത ആ മുറിയിൽ നാസർ ഇരിക്കുന്നുണ്ടായിരുന്നു. സ്റ്റൈലിഷായൊരു മനുഷ്യൻ. അയാൾ ഒരു പ്ലാറ്റിനം വാച്ച് ധരിച്ചിരുന്നു. രുദ്രന്റെ ശ്രദ്ധ പെട്ടെന്ന് പോയത് അയാളുടെ കോട്ടിന്റെ സ്ലീവിലേക്കാണ്. അവിടെ തിളങ്ങുന്ന പ്ലാറ്റിനം കഫ്ലിംഗുകൾ. നമ്മുടെ ക്രൈം സീനിൽ നിന്നും കിട്ടിയ അതേ ഡിസൈൻ. DYSP രുദ്രൻ നായർ, നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പാലക്കാടൻ ഗ്രാനൈറ്റ് പോലെ ഉറപ്പുള്ള മനുഷ്യനെന്ന്. പക്ഷേ ഈ കേസ്, ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല. അശ്വതി ഒരു ബാങ്ക് ഓഡിറ്റർ ആയിരുന്നു. ഞാനൊരു വലിയ ലോൺ എടുക്കാൻ ശ്രമിക്കുന്ന സമയം അവൾ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ഞങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ അതൊക്കെ ബിസിനസിന്റെ ഭാഗമായ ചില തിയാട്രിക്സ് മാത്രമാണ് ഇൻസ്പെക്ടർ. ആണോ നാസർ?
അപ്പോൾ പിന്നെ അശ്വതി എന്തിനാണ് തന്റെ കോടിക്കണക്കിന് രൂപയുടെ ഇൻഷുറൻസ് നോമിനിയായി നിങ്ങളുടെ പേര് എഴുതി വെച്ചത്? ഒരു ശത്രുവിന് ആരെങ്കിലും ഇത്ര വലിയൊരു തുക നൽകുമോ? അതോ നിങ്ങൾ അവളെ ഭീഷണിപ്പെടുത്തി നിർബന്ധപൂർവ്വം ഒപ്പിടിയിച്ചതാണോ? നാസർ പതുക്കെ കസേരയിൽ പിന്നിലേക്ക് ചാഞ്ഞിരുന്നു. അയാളുടെ മുഖത്തൊരു പരിഹാസ ചിരി വിരിഞ്ഞു. ഇൻസ്പെക്ടർ, നിങ്ങൾ ഇപ്പോഴും വളരെ നിഷ്കളങ്കനാണ്. അശ്വതി ഒരു പാവം ഉദ്യോഗസ്ഥയായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അവൾ എന്റെ ബിസിനസ് പാർട്ണറായിരുന്നു, രഹസ്യമായി. ആ ഇൻഷുറൻസ് പണം അതെനിക്ക് അവൾ നൽകേണ്ടിയിരുന്ന ഒരു കടത്തിന്റെ തിരിച്ചടവായിരുന്നു. അവൾക്ക് ചില സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു. ഞാൻ അവളെ സഹായിച്ചു. അതിനു പകരമായി അവൾ ബാങ്ക് ഓഡിറ്റിൽ എനിക്ക് ചില ഇളവുകൾ നൽകി, അത്രയുള്ളൂ. അവളെ കൊല്ലാൻ എനിക്കൊരു കാരണവുമില്ല. ഷീ വാസ് എ ഗോൾഡൻ ഗൂസ് ഫോർ മീ. നാസർ സംസാരിക്കുമ്പോൾ രുദ്രന്റെ കണ്ണുകൾ അയാളുടെ കൈത്തണ്ടയിലായിരുന്നു. നാസറിന്റെ ഒരു കൈ കഫ്ലിങ്ക് പതുക്കെ ഇളകി നിൽക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. നിങ്ങളുടെ ഈ കഫ്ലിങ്ക്, ഇതിലൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ നാസർ. 14 മാസം മുൻപ് നടന്ന ഒരു ചാരിറ്റി ഇവന്റിൽ നിങ്ങളുടെ ഫോട്ടോ ഞാൻ കണ്ടു. അതിൽ നിങ്ങളുടെ ഒരു കഫ്ലിങ്ക് മിസ്സിംഗ് ആണ്. കൃത്യം അശ്വതി കൊല്ലപ്പെട്ട അതേ ആഴ്ചയിൽ. നാസർ ഒന്ന് പതറി, പക്ഷെ അയാൾ പെട്ടെന്ന് തന്നെ സ്വയം നിയന്ത്രിച്ചു. അതെവിടെയോ ഊരിപ്പോയതാണ്. അല്ലാതെ അത് നിങ്ങളുടെ ക്രൈം സീനിലുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇൻസ്പെക്ടർ, നിങ്ങൾക്ക് രാഷ്ട്രീയമായ ചില സ്വാധീനങ്ങളെക്കുറിച്ച് അറിയില്ലെന്ന് തോന്നുന്നു. എന്റെ ബിസിനസ് തകർക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ യൂണിഫോം തെറിക്കാൻ അധികം സമയമെടുക്കില്ല. രുദ്ര ഒന്നും മിണ്ടിയില്ല. അയാൾ ഫെലിക്സിനെ നോക്കിയൊന്ന് കണ്ണുയർത്തി കാണിച്ചു. ഫെലിക്സ് തന്റെ ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ച് നാസറിന്റെ കഫ്ലിങ്ങിന്റെ ക്ലോസപ്പ് ഷോട്ടുകൾ എടുത്തു. രാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. ഫെലിക്സ് തന്റെ ഹൈ പവർ മൈക്രോസ്കോപ്പിന് കീഴിൽ ക്രൈം സീനിൽ നിന്നും കിട്ടിയ ആ പ്ലാറ്റിനം കഫ്ലിംഗ് പരിശോധിക്കുകയായിരുന്നു. അയാളത് നാസറിന്റെ ഓഫീസിൽ നിന്നും എടുത്ത ഫോട്ടോകളുമായി ക്രോസ് മാച്ച് ചെയ്തു. ഫെലിക്സ്, സർ, ഇത് നോക്കൂ. നാസറിന്റെ കഫ്ലിംഗുകൾ ഒറിജിനൽ സ്വിസ് മെയ്ഡാണ്. അതിൽ വളരെ നേർത്ത ഒരു ഹോൾമാർക്കുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഈ കഫ്ലിംഗ്, ഇതിലാ മാർക്കില്ല. ഇത് കണ്ടാൽ ഒറിജിനൽ പോലെയിരിക്കും, പക്ഷേ ഇതൊരു മാസ്റ്റർ കോപ്പിയാണ്. അതായത് ഒറിജിനലിന്റെ അച്ചുപയോഗിച്ച് നാട്ടിലെ ഏതോ ഒരു വർക്ക്ഷോപ്പിലുണ്ടാക്കിയെടുത്ത വ്യാജൻ. രുദ്രൻ കസേരയിൽ നിന്നും എഴുന്നേറ്റു. വ്യാജനോ? അപ്പോൾ നാസറിനെ കൊടുക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം നിർമ്മിച്ചതാണോ ഇത്? ഫെലിക്സ്, അതെ സർ. ഇതിന്റെ ഫിനിഷിംഗ് നോക്കിയാൽ ബേപ്പൂരിലെ ഏതോ ലോക്കൽ വർക്ക്ഷോപ്പിലുണ്ടാക്കിയതാണെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഇതിലുപയോഗിച്ചിരിക്കുന്ന ലോഹത്തിന്റെ കൂട്ട്, അലോയ്, നാസറിന്റെ സ്വിസ് കഫ്ലിംഗുമായി മാച്ച് ആകുന്നില്ല. അപ്പോഴാണ് കുഞ്ഞുമോൻ തന്റെ ലാസ്റ്റ് റൗണ്ട് എൻക്വയറി കഴിഞ്ഞു വന്നത്. ബേപ്പൂരിലെ പണിക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ അവന്റെ കയ്യിലുണ്ട്. കുഞ്ഞുമോൻ, സാർ, ഞാൻ ആ വർക്ക്ഷോപ്പ് ഉടമയെ കണ്ടെത്തി. ഇങ്ങനെയൊരു പ്ലാറ്റിനം കഫ്ലിംഗ് നിർമ്മിക്കാൻ ഓർഡർ കൊടുത്തത് നാസറല്ല, പ്രവീണുമല്ല. അത് കൊടുത്തത് സ്വന്തം സഹോദരൻ സന്ദീപാണ് സാർ. അയാൾ അശ്വതി ജോലി ചെയ്യുന്ന അതേ ബാങ്കിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് സാർ. രുദ്രന്റെ മുഖത്ത് ഒരു കറുപ്പ് പടർന്നു. സ്വന്തം സഹോദരനോ? എന്തിനാണ് സന്ദീപ് തന്റെ സഹോദരിയുടെ ശത്രുവായ നാസറിന്റെ കഫ്ലിംഗിന്റെ വ്യാജൻ നിർമ്മിച്ചത്? കൊലപാതകം നാസറിന്റെ തലയിൽ കെട്ടിവെക്കാനോ? ഫെലിക്സ് തന്റെ ലാപ്ടോപ്പിലെ ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി രുദ്രന് കാണിച്ചുകൊടുത്തു. സർ, സന്ദീപിന്റെ അക്കൗണ്ടിൽ നിന്നും 15 മാസങ്ങൾക്ക് മുൻപ് ഒരു വലിയ തുക നാസറിന്റെ ഒരു രഹസ്യ ബിനാമി അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അശ്വതി ബാങ്ക് ഓഡിറ്റ് നടത്തിയ ആഴ്ചയിലാണിത് നടന്നത്. സന്ദീപ് അശ്വതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയല്ലായിരുന്നു. അയാൾ നാസറിനൊപ്പം ചേർന്ന് ബാങ്കിൽ നിന്നും കോടിക്കണക്കിന് രൂപ തട്ടുകയായിരുന്നു സർ. അശ്വതി ഇത് കണ്ടതുകൊണ്ടാണോ അവൾ കൊല്ലപ്പെട്ടത്? പക്ഷേ അതിനേക്കാൾ ഭയാനകമായ മറ്റൊരു കാര്യം കുഞ്ഞുമോൻ കണ്ടെത്തിയിട്ടുണ്ട്. കുഞ്ഞുമോൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, സർ, അശ്വതി മരിക്കുന്നതിന് തലേ ദിവസം അവൾ സന്ദീപിനൊപ്പം ഒരു പ്രൈവറ്റ് റിസോർട്ടിൽ വെച്ച് മീറ്റിംഗ് നടത്തിയിരുന്നു. അവിടെ വെച്ച് അവർ തമ്മിൽ വലിയ വഴക്കുണ്ടായി എന്ന് റിസോർട്ടിലെ വെയിറ്റർ പറയുന്നു. ആ വെയിറ്റർ ഒരു കാര്യം കൂടി പറഞ്ഞു. സന്ദീപ് അന്ന് കോട്ടിനു പുറമേ ധരിച്ചിരുന്നത് നാസറിന്റെ അതേ ഡിസൈനിലുള്ള ആ പ്ലാറ്റിനം കഫ്ലിംഗുകളായിരുന്നു. മഞ്ചേരിയിലെ ഗസ്റ്റ് ഹൌസിന്റെ ഉമ്രത്തിരിക്കുകയായിരുന്നു രുദ്രൻ നായർ. പുലർച്ചെയുള്ള ആ നേർത്ത തണുപ്പും അന്തരീക്ഷത്തിലെ ഈർപ്പവും അയാളുടെ ഇടത്തെ കാൽമുട്ടിലെ പഴയ വേദനയെ വീണ്ടും ഉണർത്തിയിട്ടുണ്ട്. പ്രത്യേക ഗന്ധമുള്ള ഒരു ആയുർവേദ തൈലം കാൽമുട്ടിൽ പുരട്ടുകയായിരുന്നു. വേദന അയാളുടെ മുഖത്ത് ചെറിയൊരു വിറയലുണ്ടാക്കി. രുദ്രൻ അതൊന്നും കാര്യമാക്കാതെ ദൂരെയുള്ള മലനിരകളിലേക്ക് നോക്കി നിന്നു. അവിടെ മഞ്ഞു പെയ്യുന്നത് അയാൾക്ക് കാണാമായിരുന്നു. കുഞ്ഞുമോൻ, സർ, ഈ തണുപ്പത്ത് നല്ലൊരു കട്ടൻ ചായയും പിന്നെ ചൂടുള്ള ഉണ്ണക്കായയും ഇത് കഴിച്ചാൽ ഈ വേദനയൊക്കെ പമ്പ കിടക്കും. പക്ഷെ സാർ, ഇന്നലെ വീട്ടിൽ പോയപ്പോൾ വലിയൊരു പണിയാണ് കിട്ടിയത്. ഈ അശ്വതി കേസിന്റെ വാർത്തകൾ കണ്ടിട്ട് എന്റെ ഭാര്യയ്ക്കിപ്പോൾ വല്ലാത്തൊരു സംശയമാണ്. ഞാൻ ദിവസവും ചിലവാക്കുന്ന ഓരോ രൂപയുടെയും കണക്ക് അവൾ ഓഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു പോലീസുകാരനായ എനിക്ക് ഒരു സമാധാനവുമില്ല സാർ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അവളിപ്പോൾ സംശയത്തോടെയാണ് നോക്കുന്നത്.
ബാത്റൂമിൽ നിന്നും ഫെലിക്സ് പുറത്തേക്ക് വന്നു. കയ്യിലൊരു കുപ്പി ഡിസിൻഫെക്റ്റന്റ്. അയാളുടെ മുഖത്ത് വല്ലാത്തൊരു വെറുപ്പ് പ്രകടമായിരുന്നു. കുഞ്ഞുമോൻ, നിന്നെ ഈ ഫാമിലി ഓഡിറ്റിങ്ങിനേക്കാൾ ഭീകരമാണ് ഈ ഗസ്റ്റ് ഹൗസിലെ ബാത്റൂമുകൾ. ആ ടവലുകൾ കണ്ടാൽ തന്നെ വല്ലാത്തൊരു ഇൻഫെക്ഷൻ വരുന്നതുപോലെ തോന്നും. സ്കോട്ട്ലൻഡ് യാർഡിൽ ട്രെയിനിങ് കിട്ടിയ ഒരാൾക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുക എന്നത് വലിയൊരു ചലഞ്ചാണ്. ഈ സാമ്പത്തിക തട്ടിപ്പൊക്കെ അവിടെ സിമ്പിളായി തെളിയിക്കാം. പക്ഷേ ഇവിടെ മനുഷ്യരുടെ വികാരങ്ങൾ വലിയൊരു പ്രതിബന്ധമാണ് സാർ. രുദ്രൻ തന്നെ കട്ടൻ ചായ കുടിച്ചു തീർത്തു. അയാൾ പതുക്കെ എഴുന്നേറ്റു. വികാരങ്ങൾ എപ്പോഴും ഒരു തടസ്സമല്ല ഫെലിക്സ്, അതൊരു വഴികാട്ടിയാണ്. സന്ദീപിന്റെ വികാരം ഭയമാണ്. സ്വന്തം സഹോദരി കൊല്ലപ്പെട്ടിട്ടും അയാൾ വല്ലാതെ ശാന്തനായിരിക്കുന്നു. ആ ശാന്തതയ്ക്കുള്ളിൽ അയാൾ എന്തോ ഒളിക്കുന്നുണ്ട്. സന്ദീപ് ജോലി ചെയ്യുന്ന ആ റീജിയണൽ ബാങ്ക് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിട്. ഇന്ന് നമുക്ക് അയാളുടെ ആ മുഖം മൂടി ഒന്ന് വലിച്ചു കീറണം. ബാങ്കിലെ ഉന്നത ഉദ്യോഗസ്ഥനായ സന്ദീപിന്റെ ക്യാബിൻ ഒരു കോട്ട പോലെ സുരക്ഷിതമായിരുന്നു. രുദ്രനും സംഘവും പെട്ടെന്നകത്തേക്ക് കയറിയപ്പോൾ സന്ദീപ് ഒന്ന് ഞെട്ടിയെങ്കിലും അയാളത് പുറത്തു കാണിച്ചില്ല. അയാൾ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രുദ്രൻ ഒന്നും മിണ്ടാതെ സന്ദീപിന് മുൻപിലുള്ള കസേരയിലിരുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന ആ വ്യാജ പ്ലാറ്റിനം കഫ്ലിങ്ക് അയാൾ മേശപ്പുറത്തേക്ക് വെച്ചു. സന്ദീപ്, ഇത് ബേപ്പൂരിലെ ഒരു ലോക്കൽ വർക്ക്ഷോപ്പിൽ നിന്നുണ്ടാക്കിയെടുത്തതാണ്. പ്ലാറ്റിനമല്ല, വെറും കുറഞ്ഞ വിലയുള്ള ലോഹം. ഇത് നിർമ്മിക്കാൻ ഓർഡർ കൊടുത്തത് നിങ്ങളാണെന്ന് വർക്ക്ഷോപ്പ് ഉടമ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. നാസറിനെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാക്കിയ ആ മാസ്റ്റർ പ്ലാൻ അത് കൊള്ളാം. പക്ഷേ അശ്വതി കൊല്ലപ്പെടും എന്ന് നിങ്ങൾ കരുതിയിരുന്നില്ല, അല്ലേ? സന്ദീപിന്റെ മുഖം വിയർക്കാൻ തുടങ്ങി. അയാളുടെ വിരലുകൾ കൂട്ടിത്തിരുമി. രുദ്രന്റെ ആ നോട്ടം അയാളുടെ ആത്മവിശ്വാസത്തെ പൂർണ്ണമായും തകർത്തിരുന്നു. സന്ദീപ്, സർ, ഞാനൊരു തെറ്റ് ചെയ്തു. നാസറിനൊപ്പം ചേർന്ന് ഞാൻ ബാങ്കിൽ നിന്നും കോടികൾ തട്ടിയെടുത്തിട്ടുണ്ട്. അശ്വതി അത് കണ്ടെത്തി. അവൾ അത് റിപ്പോർട്ട് ചെയ്യുമെന്നെനിക്കറിയാമായിരുന്നു. അവളെ ഭീഷണിപ്പെടുത്താനാണ് ഞാൻ ശ്രമിച്ചത്. ആ കഫ്ലിങ്ക് ഉണ്ടാക്കിയത് നാസറിനെ പേടിപ്പിക്കാനായിരുന്നു. പക്ഷെ സാർ, ഞാൻ അവളെ കൊന്നിട്ടില്ല. സത്യമായും ഞാൻ അവളെ കൊന്നിട്ടില്ല. രുദ്രൻ, കൊലപാതകം നടന്ന ആ രാത്രി നിങ്ങൾ എവിടെയായിരുന്നു സന്ദീപ്? ആ പഴയ ഓട്ടുചൂളയിലേക്ക് നിങ്ങൾ അവളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ കഫ്ലിങ്ക് ഉണ്ടായിരുന്നില്ലേ? സന്ദീപ് പൊട്ടിക്കരഞ്ഞു. അയാൾ തന്റെ ലാപ്ടോപ്പ് രുദ്രന്റെ നേരെ തിരിച്ചുവെച്ചു. സർ, അശ്വതി മരിച്ചെന്ന് നിങ്ങൾ പറയുന്ന ആ 4 മണിക്കൂർ നേരം ഞാൻ ദുബായ് ഹെഡ്ക്വാർട്ടേഴ്സുമായി ഒരു ഇന്റർനാഷണൽ സൂം മീറ്റിംഗിലായിരുന്നു. 4 മണിക്കൂർ ഞാൻ ക്യാമറയ്ക്ക് മുൻപിലുണ്ടായിരുന്നു. 100 പേർ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കെങ്ങനെ കൊലപാതകം ചെയ്യാൻ കഴിയും? ഫെലിക്സ് പതുക്കെ ആ ലാപ്ടോപ്പ് എടുത്തു. അയാൾ മീറ്റിംഗ് ലോഗുകളും IP അഡ്രസ്സുകളും പരിശോധിക്കാൻ തുടങ്ങി. സർ, സന്ദീപ് പറഞ്ഞത് ശരിയാണ്. ലോഗുകൾ ജെന്യൂനാണ്. വിദേശ സെർവറുകളിൽ നിന്നും ഇത് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. കൊലപാതകം നടന്ന ആ സമയത്ത് സന്ദീപ് ഈ ഓഫീസിലിരുന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയായിരുന്നു. ഹീ ഈസ് നോട്ട് ദ കില്ലർ. സന്ദീപ് ഒരു സാമ്പത്തിക കുറ്റവാളിയാണ്. പക്ഷെ അയാൾക്ക് അശ്വതിയെ കൊല്ലാൻ കഴിയില്ല. രുദ്രൻ നിരാശയോടെ കസേരയിൽ ചാഞ്ഞിരുന്നു. അയാൾക്ക് വ്യക്തമായ അലിബിയുണ്ട്. പിന്നെ ആരാണ് അശ്വതിയെ കൊന്നത്? ആ പ്ലാറ്റിനം കഫ്ലിങ്ക് എങ്ങനെ അവിടെ എത്തി? അപ്പോഴാണ് പുറത്തു പോയിരുന്ന കുഞ്ഞുമോൻ ബാങ്കിലെ ഒരു പഴയ പണിക്കാരനുമായി സംസാരിച്ച് തിരിച്ചെത്തിയത്. ആ പണിക്കാരന്റെ പേര് വാസുദേവൻ എന്നായിരുന്നു. കുഞ്ഞുമോൻ, സർ, വാസുദേവൻ ചേട്ടൻ അശ്വതിയുടെ വിശ്വസ്തനായിരുന്നു. അയാൾ ഒരു കാര്യം പറഞ്ഞു. അശ്വതി മരിക്കുന്നതിന് മുൻപുള്ള ഒരാഴ്ച അവൾ വല്ലാതെ പേടിച്ചിരുന്നു. പക്ഷെ അവൾ പേടിച്ചത് സന്ദീപിനെയോ നാസറിനെയോ അല്ല. ഒരു മഞ്ഞ നിറത്തിലുള്ള സ്കൂട്ടി അവൾ എന്നും പിന്തുടർന്നിരുന്നു. ബാങ്കിന്റെ പാർക്കിങ്ങിൽ പോലും ആ വണ്ടി അവൾ കണ്ടിരുന്നു. ആ വണ്ടി ഓടിച്ചിരുന്നത് ഒരു സ്ത്രീയായിരുന്നു എന്നാണ് വാസുദേവൻ ചേട്ടൻ പറയുന്നത്. രുദ്രൻ ഞെട്ടിപ്പോയി. ഒരു സ്ത്രീയോ? മഞ്ഞ സ്കൂട്ടി ഓടിക്കുന്ന ഒരു സ്ത്രീ? പെട്ടെന്ന് ഫെലിക്സ് അശ്വതിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഡിലീറ്റ് ചെയ്ത ഒരു ഡ്രാഫ്റ്റ് ഇമെയിൽ റിക്കവർ ചെയ്തെടുത്തു. വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന് അയക്കാൻ വെച്ച മെയില്. ഫെലിക്സ്, സർ, ഈ മെയില് നോക്കൂ. ഇതിൽ സന്ദീപിന്റെയോ നാസറിന്റെയോ പേര് അവൾ പറയുന്നില്ല. അവൾ എഴുതിയിരിക്കുന്നത് ബാങ്കിന്റെ ഇന്റേണൽ സെക്യൂരിറ്റി ടീമിനുള്ളിലെ ഒരു സിസ്റ്റമിക് പോയ്സണെക്കുറിച്ചാണ്. അതിന്റെ അവസാന വരി ഇതാണ് സർ. ഫെലിക്സ് ആ വരികൾ ഉറക്കെ വായിച്ചു. എനിക്കെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ദയവായി ആ ഡേ കെയർ സെന്ററിലെ വിസിറ്റേഴ്സ് ലോഗ് പരിശോധിക്കണം. രുദ്രൻ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. അശ്വതി ഒരു ബിസിനസ് പാർട്ട്ണറെ പറയുകയല്ലായിരുന്നു. അവൾ ഒരു അമ്മയുടെ രഹസ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത്. ആ ഡേ കെയർ സെന്ററിൽ അശ്വതി കണ്ടത് ആരെയാണ്? ആ മഞ്ഞ സ്കൂട്ടി ഓടിക്കുന്ന ആ സ്ത്രീ ആരാണ്? 5-ാം ദിവസത്തെ പ്രഭാതം. കോഴിക്കോട് ബീച്ചിനടുത്തുള്ള പ്രശസ്തമായ ഇന്ത്യൻ കോഫി ഹൗസിലിരിക്കുകയായിരുന്നു രുദ്രനും സംഘവും. തലപ്പാവ് വച്ച വെയിറ്റർമാർ ചൂടുള്ള മസാലദോശയും ഫിൽട്ടർ കോഫിയും ടേബിളുകളിൽ നിരത്തുന്നുണ്ട്. മഴയ്ക്ക് ചെറിയൊരു ശമനം വന്നിട്ടുണ്ട്. കുഞ്ഞുമോൻ തന്റെ മുന്നിലിരിക്കുന്ന മസാലദോശയിലേക്ക് സാമ്പാർ ഒഴിക്കുന്നതിനിടയിൽ വല്ലാത്തൊരു നെടുവീർപ്പിട്ടു. സാർ, ഈ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബാധ്യതയാണ്. ഇന്നലെ വൈകുന്നേരം ഭാര്യ വിളിച്ചിരുന്നു. മോൾക്ക് LKG അഡ്മിഷൻ എടുക്കാൻ സ്കൂളിൽ പോയതാണവൾ. അവന്മാർ ചോദിക്കുന്നത് 50,000 രൂപയാണ് ഡൊണേഷൻ. ഈ ചോക്ക് പീസും സ്ലേറ്റും വാങ്ങാൻ ഇത്രയും പൈസ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ശമ്പളം വെച്ച് ഞാൻ എങ്ങനെയാണ് സാർ ഇതൊക്കെ കൊടുക്കുക? പഠിപ്പിക്കാതിരിക്കാനും പറ്റില്ലല്ലോ.
ഫെലിക്സ് തന്റെ കയ്യിലുണ്ടായിരുന്ന വെറ്റ് വൈപ്സ് ഉപയോഗിച്ച് കോഫി ഹൗസിലെ ചുവന്ന നിറമുള്ള ടേബിൾ വീണ്ടും വീണ്ടും തുടയ്ക്കുകയായിരുന്നു. പഴയ കാപ്പിയുടെ കറകൾ ആ ടേബിളിൽ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. കുഞ്ഞുമോനെ, നിന്റെ മോളുടെ ഡൊണേഷനേക്കാൾ എന്നെ പേടിപ്പിക്കുന്നത് ഈ ടേബിളിലെ ബാക്ടീരിയകളാണ്. ഇവിടെ ക്രോസ് കോണ്ടാമിനേഷൻ നടക്കാൻ വളരെ സാധ്യതയുണ്ട്. പണ്ട് സ്കോട്ട്ലൻഡ് യാർഡിൽ ഞാൻ ഹൈജീൻ സ്റ്റാൻഡേർഡ്സ് പഠിക്കുമ്പോൾ ഇത്തരം പബ്ലിക് ടേബിളുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ പകരുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എനിക്ക് കാപ്പി വേണ്ട സാർ, എൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇത് താങ്ങില്ല. രുദ്രൻ തൻ്റെ ഫിൽട്ടർ കോഫിയിൽ നിന്നും ഒരു കവിൾ കുടിച്ചു. ചൂടുള്ള കാപ്പിയുടെ ഗന്ധം ആ മുറിയിലെ പഴയ വായുവിനെ മുറിച്ചു മാറ്റിയിരുന്നു. രുദ്രൻ്റെ ചിന്തകൾ കുഞ്ഞുമോൻ പറഞ്ഞ വാക്കുകളിലായിരുന്നു. കുട്ടികൾ, അവർക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ ഡൊണേഷൻ നമ്മുടെ തെറ്റുകളാണ് കുഞ്ഞുമോനെ. മുതിർന്നവരുടെ പാപങ്ങളുടെ ഭാരം പലപ്പോഴും ചുമക്കേണ്ടി വരുന്നത് യാതൊന്നും അറിയാത്ത കുട്ടികളാണ്. അശ്വതിയുടെ ഡ്രാഫ്റ്റ് മെയിലിൽ പറഞ്ഞ ഡേ കെയർ സെന്റർ. ഒരു ബാങ്ക് ഓഡിറ്റർക്ക് കുട്ടികളുടെ ഡേ കെയർ സെന്ററുമായി എന്താണ് ബന്ധം? അവിടെ അവൾ ആർക്കോ വേണ്ടി എന്തോ ഡൊണേഷൻ നൽകുന്നുണ്ടായിരുന്നു. വണ്ടിയെടുക്ക്, ഈസ്റ്റ് ഹില്ലിലേക്ക് പോകാം. കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലുള്ള ലിറ്റിൽ സ്റ്റെപ്സ് ഡേ കെയർ സെന്റർ. വളരെ ശാന്തമായൊരു അന്തരീക്ഷം. അവിടത്തെ മേൽനോട്ടം വഹിക്കുന്ന സിസ്റ്റർ മേരി രുദ്രനെയും സംഘത്തെയും കണ്ടപ്പോൾ അല്പം അത്ഭുതത്തോടെയാണ് വരവേറ്റത്. 14 മാസങ്ങൾക്ക് മുൻപുള്ള വിസിറ്റേഴ്സ് രജിസ്റ്റർ അവർ രുദ്രന് മുൻപിൽ തുറന്നുവച്ചു. പൊടി പിടിച്ച ആ ബുക്കിലെ താളുകൾ ഫെലിക്സ് വളരെ സൂക്ഷ്മതയോടെ മറിച്ചു നോക്കി. സാർ, കിട്ടി. അശ്വതി ഈ ഡേ കെയറിൽ സ്ഥിരമായി വരുമായിരുന്നു. പക്ഷെ വിചിത്രമായ കാര്യം അതല്ല, അശ്വതിക്ക് കുട്ടികളുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ അവൾ ആരെ കാണാനാണ് ഇവിടെ വന്നിരുന്നത്? സിസ്റ്റർ മേരി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. അശ്വതി മാഡം വന്നിരുന്നത് സ്വന്തം കുട്ടിയെ കാണാനല്ല സാർ. ഇവിടെ അമ്മു എന്നു പേരുള്ള 4 വയസ്സുകാരി ഒരു കുട്ടിയുണ്ട്. അവളുടെ അച്ഛൻ ഒരു ബാങ്ക് കാഷ്യറായിരുന്നു. എന്തോ സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ ജോലി പോയപ്പോൾ അയാൾ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചു. ആ കുട്ടിയുടെ പഠന ചിലവും ഇവിടുത്തെ ഫീസുമെല്ലാം രഹസ്യമായി അടച്ചിരുന്നത് അശ്വതി മാഡമായിരുന്നു. അവർക്ക് വല്ലാത്തൊരു കുറ്റബോധമുള്ളതുപോലെ തോന്നിയിരുന്നു. രുദ്രന്റെ കണ്ണുകൾ ചുരുങ്ങി. ബാങ്ക് കാഷ്യർ. സന്ദീപും നാസറും കൂടി നടത്തിയ ആ കോടികളുടെ തട്ടിപ്പ്. ആ തട്ടിപ്പിൽ സന്ദീപ് ബലിയാടാക്കിയത് ഒരു പാവം കാഷ്യറെയായിരുന്നു. അശ്വതി ആ തട്ടിപ്പ് കണ്ടെത്തിയപ്പോൾ വൈകിപ്പോയിരുന്നു. ആ കുറ്റബോധമാണ് അശ്വതിയെ ആ കുട്ടിയുടെ അടുത്തേക്ക് എത്തിച്ചത്. സിസ്റ്റർ, അശ്വതി ഇവിടെ വരുന്ന സമയത്ത് അവളെ നിരീക്ഷിക്കാൻ ഒരു മഞ്ഞ സ്കൂട്ടിയിൽ ഏതെങ്കിലും സ്ത്രീ വരാറുണ്ടായിരുന്നു? സിസ്റ്റർ മേരി പെട്ടെന്ന് തലയാട്ടി. ഉണ്ടായിരുന്നു സാർ. ഗീത എന്നാണ് അവരുടെ പേര്. അവളും ആ ബാങ്കിലെ ഉദ്യോഗസ്ഥയായിരുന്നു. അശ്വതി മാഡത്തിന്റെ റിപ്പോർട്ട് കാരണം ജോലി പോയ സ്ത്രീയാണ് ഗീത. അവർക്ക് അശ്വതി മാഡത്തോട് വല്ലാത്തൊരു ദേഷ്യമുണ്ടായിരുന്നു. പലപ്പോഴും ഗേറ്റിന് പുറത്ത് ആ മഞ്ഞ സ്കൂട്ടിയിൽ അവൾ കാത്തു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രുദ്രൻ വേഗത്തിൽ എഴുന്നേറ്റു. ഗീത, ജോലി പോയതിന്റെ വൈരാഗ്യം, അശ്വതിയെ പിന്തുടർന്നിരുന്ന സ്ത്രീ. ഒരു കൊലപാതകത്തിന് ഇതിലും വലിയൊരു കാരണം വേറെയില്ല. മാങ്കാവിനെ വളരെ ഇടുങ്ങിയൊരു വഴിയിലൂടെ വേണം ഗീതയുടെ വീട്ടിലെത്താൻ. നിറം മങ്ങിയ ഒരു കൊച്ചു വീട്. മുറ്റത്ത് തുരുമ്പെടുത്ത ആ മഞ്ഞ സ്കൂട്ടി കിടപ്പുണ്ടായിരുന്നു. പോലീസ് ജീപ്പ് കണ്ടപ്പോൾ തന്നെ വാതിൽക്കൽ നിന്നിരുന്ന ഗീതയുടെ മുഖത്ത് ഭയം പടർന്നു. അവളൊരു കൊടും കുറ്റവാളിയെപ്പോലെ തോന്നിയില്ല. മറിച്ച് ജീവിതത്തോട് പടവെട്ടി തോറ്റ ഒരു പാവം സ്ത്രീയെപ്പോലെയാണ് രുദ്രന് തോന്നിയത്. സർ, ഞാൻ അശ്വതി മേഡത്തെ കൊന്നിട്ടില്ല. എനിക്ക് അവരോട് ദേഷ്യമുണ്ടായിരുന്നു എന്നത് സത്യമാണ്. എന്റെ ജോലി പോയത് അവരുടെ ഓഡിറ്റ് റിപ്പോർട്ട് കാരണമാണ്. യഥാർത്ഥ കള്ളൻ സന്ദീപായിരുന്നു എന്ന് അവർക്കും അറിയാമായിരുന്നു. എന്നിട്ടും പാവപ്പെട്ട് ഞങ്ങളെയാണ് അവർ പിരിച്ചുവിട്ടത്. എനിക്ക് ജോലി തിരികെ ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ അവരെ ഫോളോ ചെയ്തത്. പക്ഷേ ആ ഡേ കെയർ സെന്ററിൽ വെച്ച് ആ കാഷ്യറുടെ കുട്ടിയെ അവർ കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ടപ്പോൾ എന്റെ ദേഷ്യം മുഴുവൻ ഇല്ലാതായി സാർ. അവർക്കും ആ തട്ടിപ്പിൽ പങ്കില്ലെന്നും അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ അവരെ ശല്യം ചെയ്യാൻ പോയിട്ടില്ല. അശ്വതി മരിച്ച ആ വെള്ളിയാഴ്ച രാത്രി നിങ്ങൾ എവിടെയായിരുന്നു ഗീത? ഗീത പെട്ടെന്ന് വീടിനുള്ളിലേക്ക് പോയി ഒരു പഴയ ഫയൽ എടുത്തുകൊണ്ടുവന്നു. സാർ, എന്റെ മോൾക്ക് കടുത്ത ആസ്മയാണ്. ആ വെള്ളിയാഴ്ച രാത്രി അവൾക്ക് ശ്വാസം മുട്ടൽ കൂടി ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. രാത്രി മുഴുവൻ ICUവിന് പുറത്തായിരുന്നു ഞാൻ. ഇതാണ് അവിടുത്തെ റെക്കോർഡ്സ്. ഫെലിക്സ് ആ റെക്കോർഡുകൾ വാങ്ങി പരിശോധിച്ചു. അയാൾ രുദ്രനെ നോക്കി തലയാട്ടി. സർ, ഹോസ്പിറ്റൽ സീലും ഡേറ്റും കൃത്യമാണ്. ഈ അലിബായ് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. ഗീത കൊലപാതകം നടന്ന സമയത്ത് മെഡിക്കൽ കോളേജിലായിരുന്നു. ഷീസ് ക്ലിയർ. വീണ്ടും ഒരു ഡെഡ് എൻഡ്. സംശയിച്ച എല്ലാവരും നിരപരാധികളാണെന്ന് തെളിഞ്ഞതോടെ അന്വേഷണം വഴിമുട്ടുന്നു. പ്ലാറ്റിനം കഫ്ലിംഗ് വ്യാജമാണ്. കൊലയാളി ഇനിയും ഇരുട്ടിൽ തന്നെയാണ്. രുദ്രൻ നിരാശയോടെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോഴാണ് ഗീത അയാളെ വിളിച്ചത്. സർ, ഞാൻ അശ്വതിയെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവർ മരിക്കുന്നതിന് 2 ദിവസം മുൻപ് ഫരോക്ക് പാലത്തിന്റെ അടിയിൽ വെച്ച് അവരൊരാളെ രഹസ്യമായി മീറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. എന്റെ സ്കൂട്ടിയുടെ മുന്നിൽ ഞാനൊരു ചെറിയ ഡാഷ് ക്യാം വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മെമ്മറി കാർഡ് എന്റെ കയ്യിലുണ്ട്. ഗീത ഒരു പഴയ SD കാർഡ് രുദ്രന്റെ കയ്യിലേക്ക് വെച്ചുകൊടുത്തു.
രുദ്രന്റെ ഹൃദയമിടിപ്പ് കൂടി. പോലീസ് ജീപ്പിലിരുന്ന് ഫെലിക്സ് ആ വീഡിയോ പ്ലേ ചെയ്തു. രാത്രിയിലെ ദൃശ്യമായതിനാൽ വ്യക്തത കുറവായിരുന്നു. ഫെലിക്സ് കുറച്ച് ഫിൽട്ടറുകൾ ഉപയോഗിച്ച് ആ വീഡിയോ സൂം ഇൻ ചെയ്തു. ഫറോക്ക് പാലത്തിന്റെ അടിയിൽ അശ്വതിയുടെ കാർ കിടക്കുന്നു. അവൾ ഒരാളോട് ചൂടായി സംസാരിക്കുന്നുണ്ട്. ആ വ്യക്തിയെ കണ്ടതും രുദ്രന്റെയും കുഞ്ഞുമോന്റെയും ശ്വാസം നിലച്ചുപോയി. സാർ, അശ്വതിയുമായി രഹസ്യ മീറ്റിംഗ് നടത്തിയത് ഒരു പോലീസുകാരനാണ്. ഈ കേസിൽ ആദ്യത്തെ ദിവസം നമ്മളോട് ആ 10 ബംഗാളികളെക്കുറിച്ച് ബ്രീഫ് ചെയ്ത അതേ CI സുധാകരൻ. സാർ, അശ്വതിയെ കൊന്നത് ആ 10 പേരായിരുന്നില്ല. അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു യഥാർത്ഥ കൊലപാതകി. രുദ്രൻ അവിശ്വസനീയതയോടെ സ്ക്രീനിലേക്ക് നോക്കി. CI സുധാകരൻ. എന്തിനാണൊരു CI അവളെ കൊന്നത്? ആ പ്ലാറ്റിനം കഫ്ലിംഗ് അവിടെ കൊണ്ടിട്ടത് പോലീസുകാരനാണോ? 6-ാം ദിവസത്തെ പ്രഭാതം ഒരു ഇരുണ്ട ക്യാൻവാസ് പോലെയായിരുന്നു. മഴയ്ക്ക് യാതൊരു ശമനവുമില്ല. രുദ്രന്റെ ബൊലേറോ ഫറോക്ക് പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. മുൻസീറ്റിലിരുന്ന് ഒരു ചൂടൻ മൊട്ടബജി കടിച്ചു തിന്നുകയായിരുന്നു കുഞ്ഞുമോൻ. അവന്റെ മുഖത്ത് പതിവില്ലാത്തൊരു ഗൗരവമുണ്ട്. സാർ, ഈ CI സുധാകരനെ പോലെയുള്ളവർ ഈ കാക്കി യൂണിഫോമിന് തന്നെ ഒരു അപമാനമാണ്. പണ്ട് എന്റെ അമ്മാവന്റെ 3 സെന്റ് സ്ഥലം ഒരു വില്ലേജ് ഓഫീസർ കള്ളരേഖയുണ്ടാക്കി മറ്റൊരാൾക്ക് എഴുതിക്കൊടുത്തു. അന്ന് അമ്മാവൻ നീതി തേടി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടുത്തെ SI ആ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി അമ്മാവനെ അടിച്ചോടിച്ചു. ആ സങ്കടത്തിൽ അമ്മാവൻ തൂങ്ങി മരിക്കുകയാണ് ചെയ്തത്. സാർ, കാവൽ നിൽക്കുന്നവൻ തന്നെ കള്ളനായാൽ സാധാരണക്കാരൻ പിന്നെ എന്തു ചെയ്യും? ഫെലിക്സ് തന്റെ ലാപ്ടോപ്പ് ബാഗ് തുടച്ചുകൊണ്ട് അസ്വസ്ഥതയോടെയിരുന്നു. ലോക്കൽ പോലീസ് സ്റ്റേഷനുകളെന്ന് കേൾക്കുമ്പോഴേ അവന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. കുഞ്ഞുമോൻ, നിന്റെ ഈ ഫിലോസഫിയേക്കാൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലെ അവസ്ഥയാണ്. 80കളിൽ പണിത കെട്ടിടങ്ങൾ, നിറയെ പൊടിപിടിച്ച ഫയലുകൾ, എലിക്കാഷ്ടത്തിന്റെ മണം. സ്കോട്ട്ലൻഡ് യാർഡിൽ ഒരു ക്രൈം ഫയൽ പോലും പേപ്പറിലില്ല. എല്ലാം ഡിജിറ്റലാണ്. അവിടെയുള്ള ഇൻവെസ്റ്റിഗേഷൻ റൂമുകളിലെ ഹൈജീൻ കണ്ടാൽ നീ ഞെട്ടിപ്പോകും. ഈ സുധാകരന്റെ ക്യാബിനിൽ പോയി ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എനിക്കൊരു അലർജിയാണ്. രുദ്രൻ തന്റെ ഫ്ലാസ്കിൽ നിന്നും അവശേഷിച്ച കറുത്ത കാപ്പി ഒരു കവിൾ കുടിച്ചു. ആ കാപ്പിയുടെ കയ്പിനേക്കാൾ വലിയൊരു കയ്പ് അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. ഒരു സാധാരണ കൊലപാതകി ഒരാളുടെ ജീവൻ മാത്രമേ എടുക്കുന്നുള്ളൂ ഫെലിക്സ്. എന്നാൽ യൂണിഫോമിട്ട ഒരു കൊലപാതകി ഇല്ലാതാക്കുന്നത് ഒരു സമൂഹത്തിന്റെ മുഴുവൻ വിശ്വാസത്തെയാണ്. സുധാകരൻ ചെയ്തതാണ്. ആ 10 അന്യസംസ്ഥാന തൊഴിലാളികൾ, അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലായിരുന്നു. അവരെ ബലിയാക്കിയ സുധാകരന്റെ ആ ചിരി ഇന്ന് ഞാൻ മായ്ക്കും. വണ്ടി നേരെ സ്റ്റേഷനിലേക്ക് കയറ്റ്. ഫറോക്ക് പോലീസ് സ്റ്റേഷൻ പതിവ് തിരക്കിലായിരുന്നു. DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ SIT ടീമുമായി പെട്ടെന്ന് വന്നിറങ്ങിയപ്പോൾ സ്റ്റേഷനിലെ ലോക്കൽ പോലീസുകാർ ഒന്ന് പതറി. അവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്തു. രുദ്രൻ അതൊന്നും ശ്രദ്ധിക്കാതെ നേരെ CI സുധാകരന്റെ ക്യാബിനിലേക്ക് നടന്നു. വാതിൽ തുറന്നകത്തുകയറിയ രുദ്രനെ കണ്ടപ്പോൾ സുധാകരൻ തന്റെ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അയാളുടെ മുഖത്ത് ഒരു നിമിഷം പരിഭ്രമം മിന്നിമറഞ്ഞെങ്കിലും അയാളത് പെട്ടെന്ന് മറച്ചുപിടിച്ചു. സാർ വരുമെന്ന് പറഞ്ഞില്ലല്ലോ. ആ ഫറോക്ക് ഫാക്ടറി കേസിൽ പുതിയ ഡെവലപ്മെന്റ്സ് വല്ലതുമുണ്ടോ? ആ 10 പ്രതികളെയും കോടതി വെറുതെ വിട്ടതിന്റെ വല്ലാത്തൊരു പ്രഷർ എന്റെ മുകളിലുമുണ്ട് സാർ. രുദ്രൻ ഒന്നും മിണ്ടാതെ സുധാകരന് മുൻപിലുള്ള കസേരയിലിരുന്നു. കുഞ്ഞുമോൻ പോയി ആ ക്യാബിന്റെ വാതിൽ ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്തു. ഫെലിക്സ് തന്റെ ലാപ്ടോപ്പ് തുറന്ന് മേശപ്പുറത്തിനിച്ചു. ആ നിശബ്ദത സുധാകരനെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. രുദ്രൻ പതുക്കെ ലാപ്ടോപ്പ് സുധാകരന്റെ നേരെ തിരിച്ചുവെച്ചു. അതിൽ ഗീത നൽകിയ ആ ഡാഷ് ക്യാം വീഡിയോ പ്ലേ ചെയ്തു തുടങ്ങി. അശ്വതിയുമായി രാത്രി ഫറോക്ക് പാലത്തിനടിയിൽ രഹസ്യം സംസാരിക്കുന്ന സുധാകരൻ ആ 10 ബംഗാളികൾ ഒരാളെ ആക്രമിച്ചു കൊന്നു എന്നത് വളരെ നല്ലൊരു കഥയായിരുന്നു. പത്രക്കാർക്കും ജനങ്ങൾക്കും പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന കഥ. എന്നാൽ ഈ വീഡിയോയിലെ കഥ കുറച്ചുകൂടി വ്യക്തമാണ്. അശ്വതി മരിക്കുന്നതിന് 2 ദിവസം മുൻപ് നീ അവളുമായി എന്തിനാണ് രഹസ്യ മീറ്റിംഗ് നടത്തിയത്? സുധാകരന്റെ മുഖത്തെ ധാർഷ്ട്യം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു വീണു. അയാളുടെ നെറ്റിയിലൂടെ വിയർപ്പൊഴുകാൻ തുടങ്ങി. അയാൾ ഇരുന്ന കസേരയിലേക്ക് തളർന്നു വീണു. സാർ, ദൈവത്താണ് ഞാൻ അവളെ കൊന്നിട്ടില്ല. ഞാൻ ആ മീറ്റിങ്ങിന് പോയത് സത്യമാണ്. അവൾ ആ ബാങ്ക് തട്ടിപ്പിന്റെ വിവരങ്ങൾ എനിക്ക് ചോർത്തിത്തരുകയായിരുന്നു. ഞാൻ അവളെ സംരക്ഷിക്കാമെന്ന് വാക്ക് നൽകിയിരുന്നു സാർ. പക്ഷേ അവളെ കൊന്നത് ഞാനല്ല. പിന്നെ എന്തിനാണ് നീ ആ 10 നിരപരാധികളെ കുടുക്കിയത്? ആ പഴയ ഫാക്ടറിയിൽ കൊണ്ടുപോയി അവളുടെ ബോഡി ഒളിപ്പിച്ചതും ആ കഫ്ലിംഗ് അവിടെ ഇട്ടതും നീ തന്നെയല്ലേ? എന്തിനാണ് നീ സത്യം മൂടിവെച്ചത്? സുധാകരൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വിതുമ്പുന്നത് കുഞ്ഞുമോൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. സാർ, അവളെ കൊന്നതാരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവളുടെ ബോഡി ഡിസ്പോസ് ചെയ്യാൻ കൊട്ടേഷൻ കിട്ടിയത് എന്റെ സ്വന്തം അനിയൻ രമേശനാണ്. അവൻ ഇവിടുത്തെ ഒരു ലോക്കൽ ഗുണ്ടയാണ്. അവൻ 50 ലക്ഷം രൂപയാണ് അഡ്വാൻസ് കിട്ടിയത്.
അവൻ ബോഡി ആ ഫറോക്ക് ഫാക്ടറിയിൽ കൊണ്ടുപോയി ഇട്ടതിനു ശേഷമാണ് അതാ ബാങ്ക് ഓഡിറ്റർ അശ്വതിയാണെന്ന് തിരിച്ചറിഞ്ഞത്. അവൻ പേടിച്ചെന്നെ വിളിച്ചു. സാർ, എന്റെ സ്വന്തം അനിയനല്ലേ, അവനെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഞാൻ എന്റെ പവർ ഉപയോഗിച്ച് ആ കേസ് ഒരു ലോക്കൽ ഗ്യാങ് റേപ്പാക്കി മാറ്റി. ആ ഫാക്ടറിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന 10 ബംഗാളികളെ ഞാൻ പ്രതികളാക്കി. ഒരു സഹോദരനെ രക്ഷിക്കാൻ വേണ്ടി 10 നിരപരാധികളുടെ ജീവിതം നശിപ്പിച്ച ഒരു കാക്കിയുടെ കഥ. രുദ്രന്റെ കണ്ണുകളിൽ വെറുപ്പ് നിറഞ്ഞു നിന്നു. ഫെലിക്സ്, നിന്റെ അനിയൻ രമേശൻ എവിടെ? സുധാകരൻ, അവനെ ചോദ്യം ചെയ്താൽ ആരാണ് അവന് കൊട്ടേഷൻ കൊടുത്തതെന്നറിയാമല്ലോ. അവൻ ജീവിച്ചിരിപ്പില്ല സാർ. ഈ സംഭവം കഴിഞ്ഞ് കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹൈവേയിൽ വെച്ച് ഒരു ലോറി അവനെ ഇടിച്ചു കൊന്നു. ഹിറ്റ് ആൻഡ് റൺ. അവളെ കൊന്ന യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് അവൻ എൻ്റെ അനിയനെയും ഇല്ലാതാക്കി. ഈ രഹസ്യം അവൻ എക്കാലത്തേക്കുമായി കുഴിച്ചുമൂടി. ഒരു ഡെഡ് എൻഡ്. കൊലയാളിയെ കണ്ട ഏക സാക്ഷി അനിയൻ രമേശൻ മരിച്ചിരിക്കുന്നു. ഇനി എങ്ങനെ ആ യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്തും? ഫെലിക്സ് പെട്ടെന്ന് തന്റെ ലാപ്ടോപ്പിലേക്ക് ശ്രദ്ധ തിരിച്ചു. സാർ, രമേശിന് കിട്ടിയ ആ 50 ലക്ഷം രൂപ, അത് കൊടുത്തതാരാണെന്ന് ഞാൻ ഫിനാൻഷ്യൽ ട്രാക്കിംഗ് വഴി അന്വേഷിച്ചു. അതൊരു ദുബായ് ബേസ്ഡ് ഷെൽ കമ്പനിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ ക്രാക്ക് ചെയ്തു. ഫെലിക്സിന്റെ സ്ക്രീനിലെ വിവരങ്ങൾ കണ്ട രുദ്രൻ കസേരയിൽ നിന്നും എഴുന്നേറ്റു. തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. സാർ, ഈ ഷെൽ കമ്പനിയുടെ ഉടമസ്ഥൻ മറ്റാരുമല്ല, അത് അശ്വതിയുടെ സ്വന്തം ഭർത്താവ് പ്രവീണാണ്. കുഞ്ഞുമോൻ, അതെങ്ങനെ ശരിയാകും സാർ? പ്രവീണിന്റെ ഷർട്ടുകളിലെ ബട്ടൺ ഹോളുകൾ വലുതാണെന്നും അവൻ പ്ലാറ്റിനം കഫ്ലിംഗ് ഉപയോഗിക്കില്ലെന്നും ഫെലിക്സ് സാർ തന്നെ തെളിയിച്ചതല്ലേ? കുഞ്ഞുമോൻ, ദാറ്റ് വാസ് എ മാസ്റ്റർ ക്ലാസ് ഇല്യൂഷൻ. പ്രവീൺ നമ്മളെ വിഡ്ഢികളാക്കുകയായിരുന്നു. ഞാൻ പ്രവീണിന്റെ പഴയ ഫേസ്ബുക്ക് ഫോട്ടോകൾ ആർക്കൈവുകളിൽ നിന്നും ഡീപ്പ് സെർച്ച് ചെയ്ത് കണ്ടെത്തിയെടുത്തു. 5 വർഷം മുൻപുള്ള അവന്റെ കല്യാണ ഫോട്ടോ നോക്കൂ. അവൻ ധരിച്ചിരിക്കുന്നത് ആ ഫാക്ടറിയിൽ നിന്നും കിട്ടിയ അതേ പ്ലാറ്റിനം കഫ്ലിംഗുകളാണ്. അശ്വതി മരിച്ചതിനു ശേഷം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രം അവൻ തന്റെ വാർഡ്രോബിലെ ഷർട്ടുകൾ മുഴുവൻ മാറ്റി വലിയ ബട്ടൺ ഹോളുകളുള്ള പുതിയ ഷർട്ടുകൾ വാങ്ങിവെച്ചതാണ്. പ്രവീൺ ഇൻഷുറൻസ് തുകയ്ക്കു വേണ്ടി സ്വന്തം ഭാര്യയെ കൊന്നു. നാസറിനെ കൊടുക്കാൻ വ്യാജ കഫ്ലിംഗ് ഉണ്ടാക്കി. ബോഡി ഒളിപ്പിക്കാൻ ഗുണ്ടയെ ഏർപ്പെടുത്തി. ഹീ ഈസ് ദ റിയൽ മോൺസ്റ്റർ. കുഞ്ഞുമോൻ, വണ്ടിയെടുക്കുക, നേരെ പ്രവീണിന്റെ ഫ്ളാറ്റിലേക്ക്. വയർലെസ്സിലൂടെ കോഴിക്കോട് സിറ്റി കൺട്രോൾ റൂമിലെ ശബ്ദം. അലർട്ട്. പ്രവീൺ താമസിക്കുന്ന ലക്ഷറി അപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു കോൾ വന്നിട്ടുണ്ട്. ഫ്ളാറ്റിന്റെ ഡോർ തകർക്കപ്പെട്ടിരിക്കുന്നു. തറയിൽ മുഴുവൻ രക്തമാണ്. പ്രവീണിനെ കാണാനില്ല. പ്രവീണിന്റെ ആഡംബര അപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഒരു യുദ്ധക്കളം പോലെ തോന്നിപ്പിച്ചു. ലിഫ്റ്റിൽ നിന്നിറങ്ങിയ രുദ്രനും സംഘവും കണ്ടത് തകർന്നു കിടക്കുന്ന തേക്കുതടിയിൽ പണിത ആ വലിയ വാതിലാണ്. ലിവിംഗ് റൂമിലെ ഇറ്റാലിയൻ മാർബിൾ തറയിൽ ചുവന്ന രക്തം തളം കെട്ടി നിൽക്കുന്നു. ചുവരുകളിൽ ആരെങ്കിലും വലിച്ചഴച്ചതുപോലെയുള്ള പാടുകൾ. സെക്യൂരിറ്റി ജീവനക്കാരാകെ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. രുദ്രൻ പതുക്കെ മുറിക്കുള്ളിലേക്ക് കയറി. അയാൾ ഒന്നും മിണ്ടിയില്ല. രുദ്രന്റെ മെഡിറ്റേഷൻ 5 മിനിറ്റ്. ചുറ്റുമുള്ള പോലീസുകാരന്റെ ബഹളം അയാൾക്ക് കേൾക്കാതായി. അയാളുടെ കണ്ണുകൾ ആ രക്തത്തിന്റെ പാറ്റേണിൽ ഉടക്കി നിന്നു. കുഞ്ഞുമോൻ, പ്രവീൺ വീണ്ടും ഒരു സിനിമ ഷൂട്ട് ചെയ്യുകയാണ്. ഈ രക്തം നോക്കൂ. ഒരാൾ മൽപ്പിടുത്തം നടത്തുമ്പോൾ രക്തം ഇങ്ങനെ യൂണിഫോമായി തറയിൽ വീഴില്ല. രക്തം ചിതറിത്തെറിക്കണം. ഇതിപ്പോൾ ആരോ വളരെ സൂക്ഷ്മതയോടെ തറയിൽ ഒഴിച്ചുവെച്ചതുപോലെയാണ്. പ്രവീൺ ഓടിപ്പോകാൻ വേണ്ടി നമുക്ക് മുൻപിൽ ഒരുക്കുന്ന അവസാനത്തെ ഫിൽട്ടറാണിത്. ഫെലിക്സ് തന്റെ കറുത്ത ബാഗിൽ നിന്നും ഒരു ചെറിയ ടെസ്റ്റ് ട്യൂബ് എടുത്തു. അയാൾ തറയിലെ രക്തത്തിൽ നിന്നും ഒരു സാമ്പിൾ ശേഖരിച്ച് ഒരു കെമിക്കൽ സൊല്യൂഷൻ ഒഴിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ആ സൊല്യൂഷന്റെ നിറം മാറി. സർ, ഇതൊരു ഹ്യൂമൻ ബ്ലഡ് അല്ല, ഇതൊരു തരം തിയേട്രിക്കൽ ബ്ലഡാണ്. സിനിമകളിൽ ഉപയോഗിക്കുന്ന കൃത്രിമ രക്തം. പ്രവീൺ ഇതെവിടുന്ന് സംഘടിപ്പിച്ചുവെന്ന് എനിക്കറിയില്ല. പക്ഷേ അയാൾ നമ്മളെ കബളിപ്പിക്കുകയായിരുന്നു. അയാൾ മരിച്ചിട്ടില്ല. ആരും അയാളെ തട്ടിക്കൊണ്ടുപോയിട്ടുമില്ല. അയാൾ സ്വയം അപ്രത്യക്ഷമായതാണ്. രുദ്രൻ തന്റെ കട്ടൻ കാപ്പി ഫ്ലാസ്ക് എടുത്തു. അത് ശൂന്യമായിരുന്നു. അയാൾ അത് മേശപ്പുറത്തേക്ക് ആഞ്ഞുവെച്ചു. കുഞ്ഞുമോൻ, പ്രവീണിനെ പോലെ ഒരു പെർഫെക്ഷനിസ്റ്റ് ഒരിക്കലും വെറുതെ ഓടിപ്പോകില്ല ഫെലിക്സ്. അയാൾക്ക് തന്റെ ജീവിതത്തിൽ ഒരു കറയും അവശേഷിപ്പിക്കാൻ താൽപ്പര്യമില്ല. ആ ചുവന്ന മാരുതി കാർ നമ്മൾ കണ്ടെത്തിയത് അയാളുടെ പ്ലാനിൽ ഇല്ലാത്തതായിരുന്നു. അതുകൊണ്ട് അയാൾ ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിതനാകും. ആ പഴയ ഫാക്ടറിയിലെ ചൂളയ്ക്കുള്ളിൽ അയാൾ എന്തോ ഒന്ന് ഉപേക്ഷിച്ചിട്ടുണ്ട്. അയാളുടെ 2ാമത്തെ പ്ലാറ്റിനം കഫ്ലിംഗ്. ബോഡി വലിച്ചെറിയുന്നതിനിടയിൽ ആ ചളിയിൽ അതെവിടെയോ താഴ്ന്നു പോയിരിക്കണം. വണ്ടി ഫറോക്കിലേക്ക് വിട്. ഫറോക്ക് കോമൺവെൽത്ത് ഫാക്ടറിക്ക് മുന്നിൽ വലിയ JCBകൾ നിരന്നു കഴിഞ്ഞു. അവസാനത്തെ മുന്നറിയിപ്പായി സൈറൺ മുഴങ്ങി. ഫാക്ടറിയുടെ മതിലുകൾ JCBയുടെ കൈകൾ തൊട്ടുകഴിഞ്ഞു. പെട്ടെന്നാണ് രുദ്രന്റെ ബൊലേറോ അവിടേക്ക് ചീറിപ്പാഞ്ഞു വന്നത്. ജീപ്പിൽ നിന്നിറങ്ങിയ രുദ്രൻ ആഞ്ഞു വിസിൽ മുഴക്കി. നിർത്തൂ, എല്ലാം നിർത്തിവെക്കാൻ പറയൂ. അകത്തൊരാളുണ്ട്. നമുക്ക് 10 മിനിറ്റ് വേണം. മഴ നനഞ്ഞുകൊണ്ട് രുദ്രനും ഫെലിക്സും ഒഞ്ഞുമോനും ആ ഇരുണ്ട ഫാക്ടറിക്കുള്ളിലേക്ക് ഓടിക്കയറി. ഫെലിക്സ് തന്റെ ടോർച്ച് ആ ഇരുട്ടിലേക്ക് അടിച്ചു. അവിടെ മുട്ടുകുത്തിയിരുന്ന ചളിയിൽ തിരയുന്ന പ്രവീണിനെ അവർ കണ്ടു. അയാളുടെ സിൽക്ക് ഷർട്ട് മുഴുവൻ ചളിയിൽ കുതിർന്നിരിക്കുന്നു.
നിന്റെ ആ പ്ലാറ്റിനം കഫ്ലിംഗ് ഇനി നിനക്ക് കിട്ടില്ല പ്രവീൺ. അത് ഫെലിക്സ് ഇന്നലെ രാത്രി തന്നെ ആ ചളിയിൽ നിന്നും കണ്ടെടുത്തു കഴിഞ്ഞു. നീ എന്തിനാണ് അശ്വതിയെ കൊന്നത്? പണത്തിനു വേണ്ടിയോ അതോ അവൾ നിന്റെ തട്ടിപ്പുകൾ കണ്ടെത്തിയതുകൊണ്ടാണോ? പ്രവീൺ പതുക്കെ എഴുന്നേറ്റു. അയാളുടെ മുഖത്തെ ആ മാന്യതയുടെ മുഖമൂടി ഇപ്പോൾ പൂർണ്ണമായും അഴിഞ്ഞു വീണിരുന്നു. അയാളൊരു ഭ്രാന്തനെ പോലെ ചിരിക്കാൻ തുടങ്ങി. ഇൻസ്പെക്ടർ, നിങ്ങൾക്ക് പെർഫെക്ഷനെക്കുറിച്ച് അറിയില്ല. എൻ്റെ ജീവിതം ഒരു ഹൈ ഡെഫിനിഷൻ ചിത്രമാണ്. അതിൽ ഒരു തരി മണ്ണുപോലും വീഴാൻ ഞാൻ അനുവദിക്കില്ല. അശ്വതി ഒരു മനോഹരമായ സ്വത്തായിരുന്നു. പക്ഷേ അവളുടെ അച്ഛൻ്റെ ദാരിദ്ര്യം, ആ ചത്തുപോയ കാഷ്യറുടെ കുട്ടിയോടുള്ള അവളുടെ ആ വെറുപ്പുളവാക്കുന്ന സഹതാപം, ഇതൊന്നും എൻ്റെ ലോകത്തിന് ചേരുന്നതല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഫയല് തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്തു. പ്രവീണിന്റെ വാക്കുകളിൽ യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. അയാൾ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ക്ലീൻ ചെയ്യുന്നത് പോലെയാണ് കൊലപാതകത്തെ വിശേഷിപ്പിച്ചത്. എന്നിട്ട് ആ പാവം 10 തൊഴിലാളികളെ എന്തിനാണ് നീ ഇതിലേക്ക് വലിച്ചഴച്ചത്? അവരൊക്കെ വെറും നോയിസാണ് ഇൻസ്പെക്ടർ. ഒരു ക്രൈം സീൻ വിശ്വസനീയമാകണമെങ്കിൽ അവിടെ കുറച്ച് വിരൂപരായ കുറ്റവാളികൾ വേണം. ഞാൻ തന്നെയാണ് അവർക്ക് അവിടെ താമസിക്കാൻ പണം കൊടുത്തത്. അവർക്ക് മദ്യം വാങ്ങി നൽകി ഉറപ്പിച്ചത് ഞാനാണ്. അങ്ങനെയാണ് 10 രാക്ഷസന്മാർ എന്ന ആ കഥ ലോകം വിശ്വസിച്ചത്. ഞാൻ 11ാമത്തെ രാക്ഷസനല്ല. ഞാൻ ഈ ലോകം ഭരിക്കുന്ന ദൈവമാണ്. രുദ്രൻ തന്റെ കയ്യിലുണ്ടായിരുന്ന വിലങ്ങ് പുറത്തെടുത്തു. പ്രവീണിന്റെ കൈകളിൽ അത് പൂട്ടുമ്പോൾ പുറത്ത് ആദ്യത്തെ JCB ഫാക്ടറിയുടെ ചിമ്മിനിയിലേക്ക് ഇടിച്ചു കയറി. ആ വലിയ കെട്ടിടം തകർന്നു വീഴാൻ തുടങ്ങി. പ്രവീണിനെ പോലീസ് വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടുപോകുമ്പോൾ കുഞ്ഞുമോൻ ആകാശത്തേക്ക് നോക്കി പതുക്കെ കുരിശു വരച്ചു. സാർ, സത്യം പുറത്തുവരാൻ നമ്മൾ ഇത്ര വൈകിയതെന്തിനാണ്? രുദ്രൻ തന്റെ ഫ്ലാസ്കിലേക്ക് മഴവെള്ളം ഇറ്റുവീഴുന്നത് നോക്കി നിന്നു. അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു വിഷാദമായിരുന്നു. നീതി എപ്പോഴും സമയത്തിന് വരണമെന്നില്ല കുഞ്ഞുമോൻ. പക്ഷേ അത് വരും. അശ്വതി ഒരു തെറ്റ് ചെയ്തിരിക്കാം. പക്ഷേ അവൾ നല്ലൊരു മനുഷ്യനാകാൻ ശ്രമിച്ചിരുന്നു. ഈ ലോകം അവളെ അവളുടെ പുറംഭാഗം നോക്കി അളന്നു. പക്ഷേ അവളുടെ ഉള്ളിലെ ആ നന്മ ആരും കണ്ടില്ല. പ്രവീണിനെ പോലെയുള്ളവർക്ക് ഈ ലോകം ഒരു ഫിൽട്ടറാണ്. നമ്മൾ പുറമേ കാണുന്ന മാന്യതയുടെ മുഖമൂടികൾ എത്ര വേഗത്തിലാണ് അഴിഞ്ഞു വീഴുന്നത് എന്ന് ഈ അന്വേഷണം നമ്മളെ പഠിപ്പിക്കുന്നു. പ്ലാറ്റിനം കഫ്ലിങ്കുകൾ ധരിച്ചവരും കാക്കി യൂണിഫോം ഇട്ടവരും എപ്പോഴും സംരക്ഷകരായിരിക്കണമെന്നില്ല. യഥാർത്ഥ രാക്ഷസന്മാർ ഇരുട്ടിലല്ല ഒളിച്ചിരിക്കുന്നത്. അവർ പകൽ വെളിച്ചത്തിൽ നമ്മുടെ തൊട്ടടുത്ത് വളരെ മാന്യന്മാരായി ജീവിക്കുന്നുണ്ടാകാം. അശ്വതിയുടെ മരണം നമ്മോട് പറയുന്നത് ഒരൊറ്റ കാര്യമാണ്: ആരെയും അന്ധമായി വിശ്വസിക്കരുത്. കാരണം സത്യം എപ്പോഴും നിങ്ങൾ കാണുന്നതിലും വളരെ അകലെയായിരിക്കും. നിങ്ങളിപ്പോഴും സുരക്ഷിതരാണെന്ന് കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെല്ലാം നല്ലവരാണെന്ന ആ പഴയ വിശ്വാസത്തിൽ തന്നെയാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ചതികൾ തിരിച്ചറിയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ പുറമേയുള്ള ചിരികൾ കണ്ട് വിഡ്ഢികളായി തുടരുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിലൂടെയും ഷെയർ ചെയ്യുന്നതിലൂടെയും നിങ്ങൾ സത്യത്തിന്റെ കൂടെയാണെന്ന് തെളിയിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും മികച്ച നിരീക്ഷകരെ ഞങ്ങൾ കാത്തിരിക്കുന്നു. അടുത്ത ഇര നിങ്ങളാകില്ലെന്ന് ഉറപ്പൊന്നുമില്ല. ടേക്ക് കെയർ, ബി കോഷ്യസ്.